ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് അർത്തന, എഡ്ഫിൽ ലേണിംഗ് അക്കാദമി കോർഡിനേറ്റർ ആണ്. എഡ്ഫിൽ ലേണിംഗ് അവതരിപ്പിക്കുന്ന നെറ്റ് മാരത്തോൺ സീരീസിലേക്ക് എവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലാംഗ്വേജ് ടീച്ചിങ് ആണ് നമ്മൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് റാനിയ മിസ് ആണ്. സെഷൻസ് കറക്റ്റ് ഫോളോ ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ക്ലാസ്സസും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി എക്സാമിന് അത്രയേ ടൈമുള്ളൂ. മാക്സിമം ഓരോ സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സസും കറക്റ്റ് ഫോളോ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മിസ്സിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മാം സ്റ്റാർട്ട് ചെയ്തോളൂ മാം. Okay, hello, good evening all. Okay, so today, I hope that you all are in a vigorous preparation of NET. The time is nearing to us. അതുകൊണ്ട് നിങ്ങൾക്ക് vigorous ആയിട്ട് prepare ചെയ്തുകൊണ്ടിരിക്കുകയാണ്, revise ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് expect ചെയ്യുന്നു. So hopefully let's hope for the best for this exam also. പക്ഷെ നമ്മളുടെ preparation maximum effort ഇട്ട് maximum time invest ചെയ്തിട്ട് let's do it properly. So നെറ്റ് ഇംഗ്ലീഷിലൊരു കുറച്ചുകൂടി ഒരു സയന്റിഫിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട്. ആ ടോപ്പിക് ഒബ്ജക്റ്റീവ് ലേണിംഗ് വെച്ചിട്ട് നമ്മൾ പോകേണ്ട ചില ഏരിയാസ് ഓഫ് കൺസേൺ ഉണ്ട്. സോ വൺ ഓഫ് ദാറ്റ് ഏരിയ ഇസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ELT, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഓർ ELT. സോ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഐ ഹോപ്പ് this will be helpful for you. So നിങ്ങൾ first to end വരെ നിൽക്കുക. We'll have PYQ sessions and now we'll be discussing the PYQs and also we'll be discussing on what net important ആയിട്ടുള്ള areas we'll be discussing and high weightage ഉള്ള topics ഏതാണ് ഈ ഒരു special ഏരിയയിൽ നിന്നും ഉള്ളതെന്ന് we'll be discussing on. So please do pay your attention so we can start. Okay. So English language teaching or ELT. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു ടീച്ചിങ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻസിലോട്ട് എങ്ങനെ നമ്മൾ കൺവിക്ഷനോട് കൂടി വിത്ത് കോംപ്രഹെൻസീവ് ലെവൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഓഡിയൻസിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സിന് നമ്മൾ എത്രത്തോളം ടീച്ചിങ് വഴി എയ്ഡ് ഫോർ ദാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ടീച്ചിങ് പ്രോസസ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുക, വാട്ട് ആർ ദി അപ്രോച്ചസ്, ടെക്നിക്സ്, മെത്തേഡ്സ് ദാറ്റ് വി യൂസ് ഇൻ പെർട്ടിക്കുലർലി ടീച്ചിങ് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് ടീച്ചിങ് പ്ലാറ്റ്ഫോമിൽ ഹൗ വി ഡു പെർഫോം, ഹൗ വി അപ്രോച്ച് സർട്ടൻ തിയറീസ് ഉണ്ട്, സർട്ടൻ മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതിൽ. ആൻഡ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ദർ ആർ എ ലോട്ട് ഓഫ് തിയറിസ്റ്റ്, എ ലോട്ട് ഓഫ് പ്രൂഫ് ചെയ്തിട്ടുള്ള കുറെ പീപ്പിൾ ഉണ്ട്. ദേ ഫോർമുലേറ്റഡ് എ ലോട്ട് ഓഫ് തിയറീസ് റിഗാർഡിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. അതിന് കുറെ മെത്തേഡ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഏതൊക്കെ തിയറീസ് ആണ്, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു എഫക്റ്റീവ്ലി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ക്ലാസ് റൂം ലെവൽ ലേണിംഗ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജോ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കുട്ടികളിലേക്ക് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലെവലിൽ നമ്മൾ ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ് എങ്ങനെ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡ് ഫോർമാറ്റിലാണ് ഈ ടോപ്പിക് ലൈസ് ഓൺ. സോ ലെറ്റ്സ് ഹാവ് എ ചെക്ക് ഓൺ വാട്ട് ഓൾ areas are being discussed in this English language teaching or ELT section of a net area. So what do you mean by ELT? Introduction to ELT. We are going to check what are the major areas that is concerned under the topic of English language teaching. So English language teaching deals with theories, principles, methods and practices used to teach English as a second language or foreign language. English ഇപ്പൊ നമ്മൾക്കൊരു ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടാവും. നമ്മൾ ആരും നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല ഇംഗ്ലീഷിന്റെ. വി ഓൺലി നോ ഇറ്റ് ആസ് സെക്കൻഡ് ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ കേരളൈറ്റ് പീപ്പിളിന് വെൻ വി ചെക്ക് ഇറ്റ് ഓൺ, ഇറ്റ് ഈസ് മലയാളം. ആ ഫസ്റ്റ് മദർ ടങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് മലയാളം. സോ ആ ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് ഒബ്വിയസ്ലി മലയാളം. മലയാളത്തിന് പുറമെ നമ്മൾ വേറൊരു ലാംഗ്വേജ് അക്യൂസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് ലേൺ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് ഓർ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മളുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളുടെ മദർ ടങ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് വരിക. സോ ഒബ്വിയസ്ലി ഫോർ ദ പീപ്പിൾ ഹു ആർ ഇൻ കേരള ദ ഫസ്റ്റ് ലാംഗ്വേജ് വിൽ ബി മലയാളം. ആൻഡ് ഓൾസോ നമ്മൾ വേറൊരു ലാംഗ്വേജ് പഠിക്കും, അത് സെക്കൻഡ് ലാംഗ്വേജ് ആവും. ആ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഉണ്ട്, ലേണിംഗ് ഉണ്ട്. ലേണിംഗ് ആൻഡ് അക്വിസിഷൻ ആർ
ബോത്ത് ഡിഫറെന്റ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഗറസ് പ്രോസസ്സിലൂടെ, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ഗ്രാമർ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതിയിരുന്ന് ഒക്കെ പഠിക്കുന്നതിനാണ് ലേണിംഗ് എന്ന് പറയുക. എക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയോ വാട്ടെവർ നമ്മൾ ആ ലാംഗ്വേജിൽ എക്സ്പോസ് ആവുകയാണ്. അതായത് ആ ലാംഗ്വേജിനോട് എക്സ്പോസ് ആവാണ്. ഇപ്പൊ നമ്മളൊരു നോർത്ത് ഇന്ത്യയിലേക്ക് പോയി അവിടുത്തെ കുറെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നമ്മൾ ഓർഗാനിക്കലി അല്ലെങ്കിൽ ഒതന്റിക്കലി നമ്മൾ ഇങ്ങനെ നമ്മളുടെ മൈൻഡിലോട്ട് എടുക്കുന്നതിനാണ് എക്വസിഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഹിന്ദി നോർമലി ഇങ്ങനെ നമ്മൾ ആ ആൾക്കാരോടൊക്കെ ഇടപഴകി വിൽ ബി ഫെമിലിയർ വിത്ത് ദാറ്റ് ലാംഗ്വേജ്, സോ വിൽ ബി ഏബിൾ ടു എക്വിസിറ്റ് ആ ഒരു ലാംഗ്വേജിന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് വാട്ട് എക്വിസിഷൻ ഇസ്. അനദർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റഡിങ് പ്രോസസ്സിലൂടെ പോകും. whereas acquisition is the exposure to that language. Okay. സോ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും ഫോറിൻ ലാംഗ്വേജ് ആയിട്ടും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പഠിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് മെത്തഡോളജീസ്. ELT എന്തൊക്കെയാ ഇൻവോൾവ് ചെയ്യുന്നത്? ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കൺസേൺഡ് ആയിട്ട് വരുന്നുണ്ട്? മെത്തഡോളജീസ്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ്, ഏതൊക്കെ മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് പുതുതായിട്ട് ഒരാൾ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള കുറെ മെത്തേഡ്സ് ആണ് പറഞ്ഞിരുന്നത്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ there are certain methods, there are certain approaches, ഒരു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം when we are teaching this language, English language. And നമ്മൾ നോർമലി ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികളല്ല, whatever whoever നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ there are certain rules and കാര്യങ്ങൾ. അപ്പൊ ലാംഗ്വേജിൽ it is completely different from the teaching of other areas of topics. Okay. So ലാംഗ്വേജിൽ സ്പെസിഫിക്കലി എങ്ങനെയാണ് ടീച്ചിങ് കണ്ടക്ട് ചെയ്യാന്നാണ് we are going to check, especially in that of English language. So there will be certain methodologies, classroom strategies, language acquisition theories and evaluation techniques that will be used. അപ്പൊ നമ്മൾ ഫസ്റ്റ് കുറച്ച് മെത്തഡോളജീസ് വഴി we will be giving knowledge to the students to understand the concept of language, to understand the grammatical rules and everything, and also Korean language sentence formation, speaking, LSRW. These are the skills that we check. LSRW means listening, speaking, reading and writing. ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വിൽ ബി ഫോക്കസിങ് ഓൺ. ആൻഡ് ഓൾസോ ഈ കുറെ മെത്തഡോളജീസ് വിൽ ബി ഫോളോയിങ്. ദെൻ ക്ലാസ് റൂമിൽ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. കുട്ടികളെ എങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാം, ഒരു ഈസി മെത്തേഡ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണെന്ന് വി ക്യാൻ ടാക്കിൾ ത്രൂ സർട്ടൻ ക്ലാസ് റൂം സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്തിട്ട്. ദെൻ ലാംഗ്വേജ് അക്വസിഷൻ തിയറീസ് ഉണ്ട്, കുറെ പ്രൂവ്ഡ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. ഇത് വർക്ക് ആവും കുട്ടികൾക്ക് ഈസിലി ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറീസ് ഏതൊക്കെയാന്നൊക്കെ മനസ്സിലാക്കി ആൻഡ് ഇവാലുവേഷൻ ടെക്നിക് അത് കുട്ടികളിലേക്ക് എത്തിയോ, for those who are studying this language, whether they have got something out of it, അവർക്ക് മനസ്സിലായോ, they are ഒരു ക്ലാസ് കഴിയുമ്പോൾ whether they are aware of all these things, അവർ പഠിച്ചു എന്ന് നമ്മൾ ചെക്ക് ചെയ്യും, അസസ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത് വരെ there are certain techniques. ഓക്കെ, നമുക്ക് ഏതൊക്കെയാ ടെക്നിക്സ്, ഏതൊക്കെ തിയറീസ്, ഏതൊക്കെ മെത്തഡോളജീസ് ആ ELT അണ്ടറിൽ വരാന്നൊക്കെ let's have a check on. So why ELT is important? എന്തുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ആ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് കൺസിഡർഡ് ആസ് ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്ക. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബലി ഏതൊരു നാഷണാലിറ്റിയിൽ നിന്നിട്ടുള്ള ആൾക്കാരെ ആണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ വി യൂസ് ദ ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇഫ് യു ഹാവ് ടു കണക്ട് പ്രൊഫഷണലിയോ അല്ലെങ്കിൽ ഒരു മേജർ ഫോർമൽ ലെവൽ കണക്ഷൻ വേണമെങ്കിൽ ഇഫ് യു ആർ നോട്ട് അവെയർ ഓഫ് ദ ലാംഗ്വേജ് ഹിന്ദി, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇപ്പൊ പ്രൊഫഷണൽ ഏരിയാസിലായിക്കോട്ടെ, നമ്മളൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ or whatever, the major global lingua franca ആയിട്ട് ഇംഗ്ലീഷിനെ അംഗീകരിച്ചിട്ടുണ്ട്. മോർ ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇന്ത്യൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടും ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് മോർ ഓഫ് ആ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇംഗ്ലീഷ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുമ്പോഴും പ്രൊഫഷണലി ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ലീഡേഴ്സായിട്ട് കണക്ട് ചെയ്യുമ്പോഴും മെജോറിറ്റി ഓഫ് ദ ടൈംസ് ഇംഗ്ലീഷ് ബിക്കംസ് എ നെസസിറ്റി. ഇപ്പൊ നമ്മളൊരു ജോബ് സീക്കിംഗ് പ്രോസസ്സിലാണെങ്കിൽ ഇംഗ്ലീഷ് becomes a necessity or a faculty with which we can move or progress അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടർ ആയിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് യു ആർ വെരി മച്ച്
fluent in English, we'll be given a priority when we are seeking for a job. നമ്മളൊരു ഇന്റർവ്യൂ ജോബ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ടെങ്കിൽ we will be having an upper hand over the others. സോ ഇപ്പൊ ഗ്ലോബലി ആണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞാൽ മതി. ഇപ്പൊ ഗ്ലോബലി പല നേഷൻസിന്റെ പല നാഷണാലിറ്റീസിന്റെ നാഷണൽ ലാംഗ്വേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ലാറ്റിൻ ഉണ്ട്. A lot of other languages are also existing. There is Arabic. So a lot of languages are existing. പക്ഷെ ഇംഗ്ലീഷ് എന്തുകൊണ്ട് ഒരു ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്കായി? ബിക്കോസ് കോളനൈസേഷൻ കാരണം ഇംഗ്ലീഷ് ഒരുപാട് ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലീഷ് ടെറൈൻ a lot of കൺട്രീസിനെ കോളനീസ് ആക്കി വെച്ചത് കൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് കുറെ കൺട്രീസിൽ പോപ്പുലാരിറ്റി കിട്ടി, വൈഡ് സ്പ്രെഡ് ആക്കാൻ പറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ കുറെ കൺട്രീസിന് ഇംഗ്ലീഷ് അറിയാം. അവരുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറി, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ദെയർ നേറ്റീവ് ലാംഗ്വേജ്. സോ ഒബ്വിയസ്ലി ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുമ്പോൾ ഗ്ലോബലി മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അറിയുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. സോ ദാറ്റ് ഇസ് എ നെസസിറ്റി ടു that is a necessary factor for us to learn English. Acquiring English is completely important. കാരണം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം ഡിഗ്രി പി ജി ഒക്കെ എടുക്കുകയാണെങ്കിലും ഏത് ഏരിയ എടുക്കുകയാണെങ്കിലും, നമ്മൾ കോർ ഏരിയ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ കോഴ്സ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏതൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിലോട്ട് പോവുകയാണെങ്കിലും ഇംഗ്ലീഷ് ബിക്കംസ് എ നെസസിറ്റി. കാരണം ഇംഗ്ലീഷ് ത്രൂ ആണ് നമ്മൾ ഏതൊരു പ്രൊഫഷണലി ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക. മേജർ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ത്രൂ ഇംഗ്ലീഷ്. So another point is that essential for education. ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ ലെവലിൽ നമുക്ക് കൂടുതൽ റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് ഒക്കെ നടക്കും. കൂടുതൽ ടെക്സ്റ്റ് ബുക്സും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വർക്ക്സും റിസർച്ച് വർക്ക്സും ജേർണൽസും ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. സോ ഫോർ ദാറ്റ് ഇംഗ്ലീഷ് ഇസ് റിക്വയർഡ് ഫോർ എംപ്ലോയ്മെന്റ്. ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ ഏരിയാസിൽ ഇംഗ്ലീഷ് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എ നെസസറി ഫാക്ടർ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എൻ അപ്പർ ഹാൻഡ് ഓവർ ദി അതേഴ്സ്. നിങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യും ദാൻ ദി വൺ ഹു ഇസ് നോട്ട് എ ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ് പേഴ്സൺ. ദെൻ റിസർച്ചിലൊക്കെ ഞാൻ പറഞ്ഞു റിസർച്ച് പേപ്പേഴ്സ്, ജേർണൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഇതിലൊക്കെ കൂടുതലും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അവൈലബിൾ ആയിരിക്കുക. അതുകൊണ്ട് തന്നെ റിസർച്ച് ഒക്കെ നടത്തുന്നവർക്ക് ലാംഗ്വേജ് ബാരിയർ വരും ഇഫ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇംഗ്ലീഷ്. പിന്നെ ടെക്നോളജി, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഏത് ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് മെജോറിറ്റി ലൈസ് ഇൻ. അപ്പം മെജോറിറ്റിന് ഒരു ഡിജിറ്റൽ വേൾഡത്തെ ഡിജിറ്റൽ ലാംഗ്വേജ് ആയിട്ടും ഇംഗ്ലീഷ് മാറി. ബിക്കോസ് അമേരിക്ക, ബ്രിട്ടൻ ഇവരൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുക? ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരുടെ ആയിട്ടുള്ള നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷുമാണ് ഡീഫോൾട്ട് ലാംഗ്വേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടെക്നോളജി ആപ്സ് ഒക്കെ വഴി. അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ലാംഗ്വേജ് ആയിട്ടും ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യാൻ. സോ നമുക്കൊരു ഡിജിറ്റൽ ആക്സസ് വേണമെങ്കിൽ ടെക്നോളജിക്കലി ഇഫ് വി ഹാവ് ടു ഹാവ് എ പ്രോഗ്രസീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേച്ചർ വേണമെങ്കിൽ ഒബ്വിയസ്ലി വി ഷുഡ് ബി വെരി മച്ച് അവെയർ ഓഫ് ഇംഗ്ലീഷ്. Then supports communication in multicultural settings. ഇപ്പൊ ഏതൊരു കൾച്ചർ, ഞാൻ പറഞ്ഞു ഈവൻ ഇൻ ഇന്ത്യ, ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദി ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ്, വി യൂസ് ഇംഗ്ലീഷ് to communicate with each other. And if we go to any other nationalities, whether France, Italy, wherever, their native language will be French, Italian, Spanish and everything. സ്പെയിനിലൊക്കെ പോകുമ്പോൾ സ്പാനിഷ് ആയിരിക്കും, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ടു കണക്ട് വിത്ത് പീപ്പിൾ. കാരണം അതൊരു ഡീഫോൾട്ട് ആയിട്ട് മാറി. അതായത് ഡീഫോൾട്ട് ലാംഗ്വേജ്, നമ്മൾ മലയാളം അറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാവാൻ തുടങ്ങി. സോ ഇംഗ്ലീഷ് സ്ലോലി നമ്മൾ അറിയാതെ തന്നെ ഇറ്റ് became a global language. Okay. So key areas of ELT. ELT കൊണ്ട് മേജർ ഏരിയാസ് എന്തൊക്കെയാ? ടു അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് സ്കിൽസ്. ലാംഗ്വേജ് സ്കിൽസിന് മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് LSRW എന്ന് പറയും. LSRW മീൻസ് ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റീഡിങ് ആൻഡ് ഓൾസോ റൈറ്റിംഗ്. ഈ 4 സ്കിൽസ് ഡെവലപ്പ് ചെയ്യും എന്ത് പറയും? ELT വഴി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ELT യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ മേജർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് LSRW. ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. ഒരു കുട്ടീൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലിസണിങ്, എത്രത്തോളം ഇംഗ്ലീഷ് ലിസണിങ് കേപ്പബിലിറ്റി ഉണ്ട്, എത്രത്തോളം സ്പീക്കിംഗ് ഇംഗ്ലീഷ് കേപ്പബിലിറ്റി ഉണ്ട്, റീഡിങ് കേപ്പബിലിറ്റി ഉണ്ട്, റൈറ്റിംഗ് കേപ്പബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ
അസസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് വിൽ ടീച്ച് ദം ഹൗ ടു ഡെവലപ്പ് ഓൾ ദീസ് തിങ്സ്. പിന്നെ നമ്മൾ വാലുവേറ്റ് ചെയ്യും, അസസ് ചെയ്യും. ഇപ്പൊ നമ്മൾ IELTS ഒക്കെ, IELTS അല്ലെ, ആ കോഴ്സസിലൊക്കെ ദർ ഇസ് ആ എക്സാം ആണ്. അതൊരു ബാൻഡ്, ഇത്ര ബാൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് ചില യൂണിവേഴ്സിറ്റീസിലേക്കും ചില കമ്പനീസിലേക്കും റിക്രൂട്ട്മെന്റ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. സോ ഫോർ ദാറ്റ് മാറ്റർ IELTSലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഈ ഓരോ സ്കില്ലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഓരോന്നിനും എത്ര പോയിന്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. സോ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇസ് ദ മേജർ എയിം ഓഫ് ELT. ഏതൊക്കെ ലാംഗ്വേജ് സ്കിൽസ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ദെൻ വാട്ട് ആർ ദ ലാംഗ്വേജ് കമ്പോണൻസ്? ഈ ELT മേജർ ആയിട്ട് നമ്മൾ കൺസേൺഡ് ആവുക വൊക്കാബുലറി. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ വൊക്കാബുലറി ഓഫ് ദാറ്റ് ലാംഗ്വേജ്. അപ്പൊ ഇംഗ്ലീഷിലുള്ള കുറെ വൊക്കാബുലറി ലേണിംഗ് വിൽ ബി ദെയർ. ദെൻ ഓൾസോ ഗ്രാമർ. ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം, ഇപ്പൊ നമുക്ക് കുറെ വി നോ എ ലോട്ട് ഓഫ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, പക്ഷെ അതെല്ലാം ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ സെന്റൻസ് കൺസ്ട്രക്ഷൻ നമുക്ക് കഴിയില്ലെങ്കിൽ ദാറ്റ് ഈസ് നമ്മൾ അവിടെ ലാംഗ്വേജ് ലേണിംഗിൽ ഫെയിൽ ആയി. അപ്പൊ പ്രോപ്പർ ഗ്രാമർ ഓൾസോ വി ഷുഡ് ബി aware of in order to completely understand a particular language. അപ്പോൾ ഒരു ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡിൽ ഗ്രാമർ ഇസ് എ മസ്റ്റ്, ദെൻ വൊക്കാബുലറി, ദെൻ പ്രൊനൗൺസിയേഷൻ ഓഫ് ദാറ്റ് ലാംഗ്വേജ്. അതിലത്തെ ഓരോ വേർഡ്സിനെയും എങ്ങനെ പ്രൊനൗൺസിയേറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാന്നൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, ദെൻ ടീച്ചിങ് മെത്തേഡ്സ്. ഈ ഏരിയാസ് ഓഫ് ELTയിൽ വരുന്നതാണ്. ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട് കുറെ ELTയിൽ. ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡിജിറ്റൽ ടെക്നോളജീസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വി ഹാവ് മൾട്ടിപ്പിൾ ഏരിയാസ്, നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ AI യൂസ് ചെയ്തിട്ടുള്ള എഫക്റ്റീവ് ലേണിംഗ് ഉണ്ട്, സ്ട്രാറ്റജിക് ലേണിംഗ് ത്രൂ വിഷ്വൽ മീഡിയംസ് ഉണ്ട്, ത്രൂ ഡിജിറ്റൽ ആയിട്ടുള്ള കുറെ മീഡിയംസ് ഇറ്റ് ഈസ് അവൈലബിൾ. പിന്നെ ഇപ്പം പണ്ടത്തെ പോലെ ഇങ്ങനെ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുക, ലാംഗ്വേജ് പഠിപ്പിക്കുക, അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പൊ വീഡിയോസ് വഴി, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി വഴി, പ്രാക്ടിക്കാലിറ്റി വഴി, കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ വഴി ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കുറെ മോഡേൺ ടെക്നിക്സ് ഓൾസോ എക്സിസ്റ്റ്, ആൻഡ് ഓൾസോ ട്രഡീഷണൽ മെത്തേഡ്സ് ഓൾസോ എക്സിസ്റ്റ്. പിന്നെ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. ഞാൻ പറഞ്ഞു, അസസ് ചെയ്യും കുട്ടി എത്രത്തോളം പഠിച്ചു, സ്റ്റുഡന്റ് ഹൗ മച്ച് ദേ ആർ അവെയർ ഓഫ് ദിസ് ലാംഗ്വേജ് ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത് വി ഹാവ് ടു ഇവാലുവേറ്റ് ചെയ്യാൻ കുറെ ടെസ്റ്റ് ഉണ്ട്, കുറെ മെത്തേഡ്സ് ഉണ്ട്, കുറെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ അപ്പൊ ഈ ഏരിയാസ് എന്തൊക്കെയാ? ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ELT ഈസ് ഇമ്പോർട്ടൻറ്റ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. പിന്നെ ലാംഗ്വേജിന്റെ കമ്പോണൻസ് പഠിപ്പിക്കും, ഗ്രാമർ, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ. ദെൻ ഓൾസോ ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. പിന്നെ ഓൾസോ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, ELT ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിനെ നമ്മൾ ഡീപ്പർ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ടാവും. ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഇസ് വാട്ട് ലിംഗ്വിസ്റ്റിക്സ് ഇസ്. ദെൻ സൈക്കോളജി, നമ്മൾ സ്റ്റുഡൻറ് സൈക്കോളജി നമ്മൾ വെരി മച്ച് അവെയർ ആയിരിക്കണം. ദെൻ പെഡഗോജി, ഹൗ ടു ഈ മെത്തേഡ്സ്, എന്തൊക്കെ ടീച്ചിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇൻ ഓർഡർ ടു മേക്ക് ദ സ്റ്റുഡൻസ് ലേൺ ഇറ്റ് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് കറക്റ്റ്ലി ആൻഡ് ഓൾസോ ഇൻ എൻ ഈസി മെത്തേഡ്. അവരെ ടോയിൽ ചെയ്യിപ്പിക്കുന്ന, അല്ല അവരെ ബേർഡൻ അപ്പ് ചെയ്യിക്കാതെ എങ്ങനെ സ്മൂത്ത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നമുക്ക് ഇംഗ്ലീഷ് അവരിലോട്ട് എത്തിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജ് അവരിലോട്ട് എത്തിക്കാം എന്നുള്ള കുറെ മെത്തേഡ്സ് ഫോളോ ചെയ്യുക പെഡഗജി വേ. ദാറ്റ് ഈസ് ടീച്ചിങ് മെത്തേഡ്സ്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ ടെക്നോളജി ബേസിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കുറെ സ്റ്റഡിങ് മെത്തേഡ്സ്, ടീച്ചിങ് മെത്തേഡ്സ് ആർ എക്സിസ്റ്റിംഗ് നൗഡേയ്സ്. സോ ദാറ്റ് ആർ ഓൾസോ ദ കൺസേൺ ഓഫ് ELT. ഓക്കെ, സോ ELTന് എഡ്വേർഡ് M. ആന്റണി പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ, ഓക്കെ, എഡ്വേർഡ് M. ആന്റണി പറഞ്ഞിട്ടുള്ള സ്കോളർ ELTന് 3 ഹൈറാർക്കിക്കൽ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ELTയിൽ 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്രോച്ച്, നമ്മൾ ഏതൊക്കെ അപ്രോച്ച് വഴിയാണ് ലാംഗ്വേജ് ടീച്ചിങ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ മെത്തേഡ്, വാട്ട് ഓൾ ആർ ദ മെത്തേഡ്സ് ദാറ്റ് വി യൂസ് ഇൻ ELT. ദെൻ ടെക്നീക്സ്, ചില ടെക്നീക്സ് യൂസ് ചെയ്യും. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് അപ്രോച്ച് എന്താ, മെത്തേഡ് എന്താ, ടെക്നിക് എന്താന്ന് നോക്കാം. So approach means a set of theories about nature of language and language learning
It is a broadest level, for example, structural approach, communicative approach, cognitive approach. അതായത് ഒരു നമ്മൾ തിയറീസ് ബേസ് ചെയ്തിട്ട് ലാംഗ്വേജിനെ പഠിപ്പിക്കുക. ഏത് തിയറി, ഏത് അപ്രോച്ച് വഴിയാണ് പഠിപ്പിക്കുക? ഇപ്പൊ ഗ്രാമർ, അതായത് സ്ട്രക്ചർ ഓഫ് ദ സെന്റൻസ് ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തൊരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിലാണോ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി തിങ്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ട് കൊഗ്നിറ്റീവ് അപ്രോച്ചിലൂടെയാണോ? അപ്പൊ ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്. ഡിഫറെന്റ് തിയറി ബേസിസിൽ, അല്ലെങ്കിൽ തിയറീസ് ഏതൊക്കെ? സ്ട്രക്ചറൽ അപ്രോച്ച് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഉണ്ട്, കൊഗ്നേറ്റീവ് അപ്രോച്ച് ഉണ്ട്. സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സെന്റൻസ് ഫോർമേഷൻ, ആ ഫ്രെയിം വർക്ക്, ആ ഗ്രാമാറ്റിക്കൽ ഫ്രെയിം വർക്ക് ഒക്കെ പഠിച്ചിട്ട് ആ ഒരു ഫ്രെയിം വർക്ക് ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആ ഒരു മെത്തേഡാണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുക. ഇനി കുട്ടികളെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ലെവൽ, ഇന്ററാക്റ്റീവ് ലെവൽ, അവർക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷന് സ്പേസ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന രീതിക്കാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുക. ദെൻ ദർ ഇസ് കൊഗ്നേറ്റീവ് അപ്രോച്ച്. കൊഗ്നേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് ഇറ്റ് ഇസ് one minute. Okay, second one is method. What is a method that we use while conducting ELT or English language teaching platform? What are all the methods that we use? Methods എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കില്ല, ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കില്ല. നമ്മൾ B.Ed പഠിച്ചവർക്ക് അറിയാം, ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി ഒരു ക്ലാസ് റൂമിൽ ഒരു അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. ഇപ്പം ഡിറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉണ്ട്, ഓഡിയോ ലിങ്ക്വൽ മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ്സ് ഒക്കെ വി ക്യാൻ ഹാവ് എ ഡീപ്പർ അനാലിസിസ് ഇൻ ദി നെക്സ്റ്റ് സ്ലൈഡ്സ്. ആൻഡ് നൗ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ആ പ്ലാൻ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് അസസും ചെയ്യും, ഇവാലുവേറ്റും ചെയ്യും. സോ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കില്ലേ, ഹൗ ഈ ഒരു പോയം എങ്ങനെ, ഈ ഒരു ലൈൻ, ഇപ്പൊ ഒരു പോയിട്രി അല്ലെങ്കിൽ ഇത് പോയിട്രി വഴിയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ പോയിട്രിയിൽ ഈ വൊക്കാബുലറി അല്ലെങ്കിൽ ഈ ഗ്രമാറ്റിക്കൽ സ്ട്രെയിൻസ്, ഗ്രമാറ്റിക്കൽ ഫ്രെയിം വർക്ക്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കാൻ യൂസ് ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതിനാണ് മെത്തേഡ്സ് എന്ന് പറയുക. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. Next is technique. Okay, so what do you mean by technique? Technique എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അപ്രോച്ച് ചൂസ് ചെയ്തു, കുട്ടികളെ ഗ്രാമർ സ്ട്രക്ചറലി കറക്റ്റ് റൂൾസ് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്രോച്ച് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. ഇനി മെത്തേഡ് സെലക്ട് ചെയ്തു, ഒരു പ്ലാൻ സെലക്ട് ചെയ്തു. ഈ പ്ലാൻ വഴിയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് നമ്മൾ സെറ്റാക്കി വെച്ചു. ദെൻ ടെക്നിക്ക്. ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് ടെക്നിക്ക് പറയാം. അതായത് നമ്മൾ കുട്ടികളെ ഗ്രൂപ്പ് ആക്കിയിട്ട് വൈഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് റെപ്പിറ്റേഷൻ വഴി അവരെ കൊണ്ട് നമ്മൾ പറയുന്ന കാര്യം അവരെ റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു മെത്തേഡ് വഴി പഠിപ്പിക്കുകയോ, അല്ലെങ്കിൽ റോൾ പ്ലേ അവരെ കൊണ്ട് ഇനാക്ട് ചെയ്തിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് മാറിയിട്ട് അവരെ കൊണ്ട് ഈ ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേറ്റ്, ഒരു സ്കിറ്റ് ഒക്കെ പോലെ കണ്ടക്ട് ചെയ്തിട്ട് ഹൗ വി കണ്ടക്ട് എ ക്ലാസ് റൂം ആക്ടിവിറ്റി എന്നുള്ളതാണ് ടെക്നിക്കിൽ വരെ. ഓക്കെ ഓക്കെ, ആന്റണീന്റെ ആ ഒരു 3 ഡിവിഷൻസിനെ പിന്നീട് അപ്രോച്ച്, ഡിസൈൻ, പ്രൊസീജിയർ ആയിട്ട് റോജേഴ്സ് ആൻഡ് റിച്ചാർഡ്സ് 1982 മോഡിഫൈ ചെയ്തു. സോ 1982 മോഡിഫൈ ചെയ്തപ്പം ELT ഏതൊക്കെ ടൈപ്സ് ആയി? അപ്രോച്ച്, ഡിസൈൻ, പ്രൊസീജിയർ എന്നുള്ള ലെവൽസ് ആയി. ഇതുവരെ എങ്ങനെയായിരുന്നു? അപ്രോച്ച്, മെത്തേഡ് ആൻഡ് ഓൾസോ ടെക്നിക്ക്. ഇപ്പം അപ്രോച്ച്, ഡിസൈൻ, പ്രൊസീജിയർ എന്നായി. പേര് മാത്രം മാറിയിട്ടുള്ളൂ, കോൺസെപ്റ്റ്സ് ആർ സിമിലർ. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ എവല്യൂഷൻ ഓഫ് ELTന്റെ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വന്ന ELTന്റെ ഫസ്റ്റിൽ വന്ന മെത്തേഡ് ആണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഓക്കെ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ് ELTന്റെ ഫസ്റ്റ് മെത്തേഡ്. സോ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഗ്രാമർ ട്രാൻസ്ലേഷൻ, ആ ടൈറ്റിൽ തന്നെ വാട്ട് യു ഗെറ്റ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതായത് ഒരു ഗ്രാമറിൽ നമ്മൾ ഗ്രാമർ ഒക്കെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ വി യൂസ് ദ ക്ലാസിക്കൽ മെത്തേഡ്. അതായത് റീഡിങ്, റൈറ്റിംഗ്, ഗ്രാമർ, റൂൾസ് ആൻഡ് ട്രാൻസ്ലേഷൻ. നമ്മൾ അവിടെ നമ്മളുടെ മദർ ടങ് യൂസ് ചെയ്യും. ഇപ്പം ഞാനിപ്പം
ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ഒരു ക്ലാസ് റൂമിൽ. അവിടെ വി യൂസ് ബോത്ത് സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ ഫസ്റ്റ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടി നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ എന്ന് പറയാ. എക്സാക്ട് ഗ്രാമർ പഠിപ്പിച്ചു കൊടുക്കും. ഫസ്റ്റ് ഗ്രാമാറ്റിക്കൽ റൂൾസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് വരും ഒരു സെന്റൻസിൽ, പിന്നെ വേർബ് വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഹി ഈസ് പ്ലേയിങ്, അവൻ കളിക്കുകയാണ്, അല്ലെങ്കിൽ ഹി ഈസ് റീഡിങ്, അവൻ വായിക്കുകയാണ്. ഹി ഈസ് റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക്, അവൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ് എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ മദർ ടങ്ങിലും കൂടി പറഞ്ഞിട്ട് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അവിടെ ഫസ്റ്റ് ഗ്രാമാറ്റിക്കൽ റൂൾസ് പഠിപ്പിക്കും. അതായത് ഒരു കാര്യം സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ, സെന്റൻസ് റൈറ്റ് ചെയ്യുമ്പോൾ വാട്ട് വി ഡു, നമ്മളൊരു സബ്ജക്റ്റ് ഉണ്ടാവും, വേർബ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും, ഇങ്ങനെയാണ് ഫോളോ ചെയ്യാം. അപ്പൊ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഒക്കെ പഠിപ്പിക്കും, ടെൻസസ് പഠിപ്പിക്കും, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും പഠിപ്പിക്കും. ഓൾ ദ പാർട്സ് ഒക്കെ പഠിപ്പിക്കും, പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് പഠിപ്പിക്കും. വേർബ്സ് എന്താ, നൗൺസ് എന്താ, എഡ്ജക്റ്റീവ്സ് എന്താ, ആഡ്വേർബ്സ് എന്താ, കൺജങ്ഷൻസ് എന്തൊക്കെയാ, പ്രപ്പോസിഷൻസ് എന്തൊക്കെയാ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. പ്രോപ്പർ ഗ്രാമർ റൂൾസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താക്കും, സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ വിൽ ഓൾസോ യൂസ് അവർ ഫസ്റ്റ് ലാംഗ്വേജ്. ഇപ്പൊ മലയാളത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ആക്കുമ്പോൾ അതിന്റെ ഇന്റർ കണക്ഷൻ വഴി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് വൺ, features. Let's have a look on what are the features of grammar translation method. Grammar is taught deductively. Deductive എന്ന് പറഞ്ഞാല് എന്താ, നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക്കിലോട്ട് എത്തുന്നതിനാണ് ഡിഡക്റ്റീവ് ലേണിംഗ് എന്ന് പറയാ. അപ്പൊ നമ്മൾ ജനറൽ ഗ്രാമാറ്റിക്കൽ റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഈ സെന്റൻസ് സ്ട്രക്ചർ, സബ്ജക്ട്, വേർബ്, നൗൺസ് എന്താ, എഡ്ജക്റ്റീവ്സ് എന്താ, പ്രൊനൗൺസ് എന്താ, വേർബ്സ് എന്താന്നൊക്കെ നമ്മൾ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഓൾറെഡി കൊടുക്കും. ആ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് വീൽ ഡിസ്കസ് അത് ഓരോ സെന്റൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഗ്രാമർ ഇസ് ടോട്ട്. ഗ്രാമറിന്റെ ജനറൽ ഡെഫിനിഷൻസ് കൊടുക്കും, എന്നിട്ട് സ്പെസിഫിക് സെന്റൻസ് സ്ട്രക്ചർ എക്സാമ്പിൾസ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഓരോ സിറ്റുവേഷൻസിൽ എങ്ങനെയാ നമ്മൾ ആ ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻസിനൊക്കെ യൂസ് ചെയ്യുക. അതായത് നൗൺ ഒരു സെന്റൻസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക, വേർബ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഒരു ജനറൽ ഐഡിയയിൽ നിന്ന് സ്പെസിഫിസിറ്റിയിലോട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വൊക്കാബുലറി. വൊക്കാബുലറിന്റെ ഒരു ലിസ്റ്റ് എടുക്കും നമ്മൾ. വൊക്കാബുലറി ഇതൊക്കെയാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വീൽ ടീച്ച് സ്റ്റുഡൻസ് ദാറ്റ് ദീസ് ആർ വൊക്കാബുലറീസ് ദാറ്റ് യു ഷുഡ് ബി അവെയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ദെൻ ലോങ് പാസേജസ് കൊടുക്കും, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, അതായത് ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ലോങ് ആയിട്ടുള്ള ഒരു പാസേജ് തരും, അതിനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ട്രാൻസ്ലേഷൻ വഴി യൂസ് ചെയ്യുന്നതിനെയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഫസ്റ്റ് ഗ്രാമറിന്റെ ഫ്രെയിംവർക്ക് തരും, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കും. ഓക്കെ, ഇവിടെ ഫ്ലുവൻസിനേക്കാളും കൂടുതൽ ആക്യുറസി, എത്രത്തോളം കറക്റ്റ് നോളജ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇവിടെ വാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ഫ്ലുവൻസിക്ക് വെരി ലിറ്റിൽ ഇമ്പോർട്ടൻസ് ഈ ഒരു മെത്തേഡ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് കുറെ കഴിഞ്ഞപ്പോൾ വാസ് ചാലഞ്ച്ഡ് by the scholars regarding the efficiency of the method of grammar translation method. Okay, ഇവിടെ നേറ്റീവ് ലാംഗ്വേജ് അറിയണം. നേറ്റീവ് ലാംഗ്വേജ് അറിയുന്ന ഒരു ടീച്ചർ മാത്രമേ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നേറ്റീവ് ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക, ആൻഡ് ഈ നേറ്റീവ് ലാംഗ്വേജ് വഴി ആയിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അപ്പൊ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇപ്പൊ മലയാളം എടുത്തു നോക്കിയാൽ തന്നെ മലയാളത്തിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ചെയ്താൽ ചിലപ്പോൾ അത് ഗ്രാമാറ്റിക്കലി ഇംഗ്ലീഷിൽ കറക്റ്റ് ആവണമെന്നില്ല. ഹി ഈസ് റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക്, അവൻ പുസ്തകം വായിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഒബ്ജക്റ്റും ഇതും മാറിയില്ലേ. മലയാളത്തിൽ വരുമ്പോൾ പുസ്തകം ആദ്യം കയറി, ഇംഗ്ലീഷിൽ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക്, ഒബ്ജക്റ്റ് ലാസ്റ്റിലാണ് വരുന്നത്. അപ്പം അതൊക്കെ കുറച്ചൊരു ലിമിറ്റേഷൻ ആണ് ഈ ഒരു സ്റ്റഡിന്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദ സ്ട്രെങ്ത്സ് ഓഫ് ദിസ് മെത്തേഡ് ആൻഡ് ഓൾസോ വീക്ക്നെസ് ഓഫ് ദിസ് മെത്തേഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ലിറ്ററേച്ചർ റീഡിങ്. ഗുഡ് ഫോർ ലിറ്ററേച്ചർ റീഡിങ്, ബേസിക് നമ്മുടെ ബേസിക് റീഡിങ് ഡെവലപ്പ് ചെയ്യാൻ ഇത് ഭയങ്കര നല്ലതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഡെവലപ്സ് ഗ്രാമാറ്റിക്കൽ അവയർനെസ്. നമുക്കൊരു പ്രോപ്പർ ഗ്രാമർ റൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ദിസ് മെത്തേഡ് ഇസ് ഹെവിലി ഗുഡ്. ആൻഡ് ഓൾസോ ഈസി ഫോർ ലാർജ് ക്ലാസ് റൂംസ്. ഓരോ കുട്ടീനെയും സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാൻ ചിലപ്പം പറ്റില്ല. വി ആർ ഇൻ എ വെരി സ്ട്രെങ്ത് ഉള്ള ഒരു ക്ലാസ്സിലായിരിക്കുമ്പോൾ ആ ക്ലാസ്സിൽ നമുക്ക് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ദെൻ റിക്വയർസ് ലിറ്റിൽ ടീച്ചർ ട്രെയിനിങ്. നമുക്ക് ടീച്ചർ ട്രെയിനിങ് കുറച്ചുകൂടി കുറവായിരിക്കും, കാരണം അവർക്ക് നമ്മൾ കുറെ ട്രാൻസ്ലേഷൻ
ടാസ്കുകൾ കൊടുക്കും, എന്നിട്ട് അവർ ഹാവ് ടു പ്രൊസീഡ് വിത്ത് ദോസ് ടാസ്ക്. ഇനി ഇതിന്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാ? നോ ഫോക്കസ് ഓൺ സ്പീക്കിംഗ് ഓർ ലിസണിങ്. ഇതിൽ സ്പീക്കിങ്ങും ലിസണിങ്ങും വളരെ കുറവായിരിക്കും. കൂടുതലും റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമ്മളൊരു പാസേജ് വായിച്ചിട്ട് അതിനെ എഴുതാൻ പറയും. സോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് കൂടുതൽ ഇതിൽ ഫെസിലിറ്റേറ്റ് ആവുക. സ്പീക്കിങ്ങും ലിസണിങ്ങും ഈ രണ്ട് സ്കിൽസും സൈഡ് ലൈൻ ആയിട്ട് പോകും. ദെൻ മെക്കാനിക്കൽ മെമ്മറൈസേഷൻ. ഇപ്പൊ ഗ്രാമറിന്റെ കുറെ റൂൾസ് ഒരുമിച്ച് പഠിച്ച് നമ്മൾ ബൈ ഹാർട്ട് സ്റ്റഡി നടത്തിയിട്ട് ഒരു സെന്റൻസ് സ്ട്രക്ചർ ഒരു ലാംഗ്വേജിനെ പഠിക്കുമ്പോൾ നമ്മളവിടെ ഒരു റോബോട്ടിക് സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ മെമ്മറൈസേഷൻ ആണ് പോകുന്നത്. നമ്മൾ ആക്ച്വലി ഓർഗാനിക്കലി നമ്മൾ പഠിക്കുന്നില്ല. നമ്മളൊരു എന്താ പറയാ, നമ്മളൊരു റോബോട്ട് പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ റൂൾസ് ഒക്കെ കയറ്റി പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു വാട്ട് വി സെയിം നമ്മളിങ്ങനെ അവര് ടീച്ചേഴ്സ് എന്താണോ തരുന്നത് അത് പഠിച്ചെടുക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പോലും ദാറ്റ് ഈസ് മെക്കാനിക്കൽ, ഹൈലി മെക്കാനിക്കൽ ആണ്. നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് കൊടുക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമെന്ന് പറയണം. അപ്പൊ അവിടെ ആ കുട്ടിക്ക് ഒരു മെക്കാനിക്കൽ മെമ്മറിയാണ് അവിടെ വർക്ക് ആവുക. ആൻഡ് ഓൾസോ ലിറ്റിൽ ടു റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ കുറവായിരിക്കും. ആൻഡ് ഓൾസോ സ്റ്റുഡൻസ് ലാക്ക് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ്, അതായത് സ്പീക്കിങ്ങിന് അവിടെ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലെവലിൽ നമുക്ക് ഡിഫിക്കൽട്ടി ആയിരിക്കും. കാരണം ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് നമ്മളുടെ ഈ കേരളയിൽ പോലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്നത്, നമ്മളെ സിലബസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ലോട്ട് ഓഫ് വിഷ്വൽ ടെക്നീക്സ് ഇങ്ങനത്തെ കുറെ മെത്തേഡ്സ് ഉണ്ട്, സോ ഇറ്റ് ഈസ് ഈസി. പക്ഷെ പണ്ടൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ ഈ പാസേജ് ഒരു പാസേജിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഗ്രാമാറ്റിക്കൽ റൂൾസ് പഠിക്കും. നൗൺ എന്താ, വേർബ് എന്താന്നൊക്കെ പഠിക്കും. എന്നിട്ട് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യും. എന്നിട്ട് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ മുന്നേ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക് ആയിരിക്കും. നമ്മൾ വീണ്ടും ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സസ് ഒക്കെ പോയി ചേരേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഓക്കെ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് please do remember. So next method is direct method. Direct methodil എന്താ പറയുന്നത്, let's have a look. Direct method is founded by Berlitz schools. അതായത് ബേർലിറ്റ് സ്കൂൾസിലാണ് ഈ ഒരു ഡിറക്റ്റ് മെത്തേഡ് ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ ലേറ്റ് 19th century. ആൻഡ് അതിനൊരു എഫിഷ്യൻസി കണ്ടപ്പോൾ ഇറ്റ് വാസ് വൈഡ്ലി യൂസ്ഡ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഡിറക്റ്റ് മെത്തേഡ്? ഡിറക്റ്റ് മെത്തേഡ് ഇസ് നാച്ചുറൽ യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് എവറിഡേ communication. So there is no mother tongue allowed in this. Inductive grammar teaching ആണ്, അതായത് സ്പെസിഫിക് ടു ജനറൽ ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മൾ ഡിറക്റ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും, ഡിറക്റ്റ് ആയിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ഗ്രാമറിന്റെ റൂൾസ് ഇതൊന്നും ഫസ്റ്റ് കൊടുക്കില്ല. ഈ ഡെഫിനിഷൻസ്, നൗൺ എന്താ, വേർബ് എന്താന്നൊന്നും ഡെഫിനിഷൻസ് ഒന്നും കൊടുക്കില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സെന്റൻസ് ഫോം ചെയ്ത് തുടങ്ങും, നമ്മൾ എഴുതി തുടങ്ങും, നമ്മൾ സംസാരിച്ച് തുടങ്ങും. മിസ്റ്റേക്സ് ഒന്നും കൺസിഡർ അതായത് മിസ്റ്റേക്സ് വന്നാൽ ഓക്കെ, നോ പ്രോബ്ലം, വി ക്യാൻ കറക്റ്റ് എന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റിയിൽ വിൽ ജസ്റ്റ് ടീച്ച് ദം ഡയറക്ട്ലി. ദർ ഇസ് നോ ചാൻസ് ഫോർ മദർ ടങ് ടു ബി യൂസ്ഡ്. അവിടെ ട്രാൻസ്ലേഷൻ ഇല്ല. നമുക്കിപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. കംപ്ലീറ്റ് ടീച്ചർ വിൽ ബി കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ കംപ്ലീറ്റ് ഇംഗ്ലീഷ്, നോ presence of mother tongue. So that is what direct method is. അവിടെ ഇൻഡക്റ്റീവ് ആയിരിക്കും പ്രോസസ്സ്. ആൻഡ് ഓൾസോ വൊക്കാബുലറി ഒക്കെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അതായത് ഇപ്പം സിംഗിങ്, ഡാൻസിങ്, റൈറ്റിംഗ് ഇതൊക്കെ നമ്മൾ ജെസ്റ്റേഴ്സിലൂടെ ഒക്കെ കാണിച്ചിട്ട് വിത്തൗട്ട് ട്രാൻസ്ലേഷൻ കാണിക്കുന്നതിനാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. സോ ഹിയർ പ്രൊനൗൺസിയേഷനും കമ്മ്യൂണിക്കേഷനും ഓറൽ ഇന്ററാക്ഷന് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കും, അതായത് സ്പീക്കിങ്ങിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ സ്ട്രെങ്ത് ഓഫ് ദിസ് മെത്തേഡ്? ഈ മെത്തേഡിന്റെ പേരെന്താണ്? ഡിറക്റ്റ് മെത്തേഡ്. അതായത് ഡിറക്റ്റ് എന്ന് പറയാൻ കാരണം ഡിറക്റ്റ് ആ ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലാകുമ്പോൾ ഡിറക്റ്റ് ഇംഗ്ലീഷിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ടീച്ചിങ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. സോ വാട്ട് ആർ ദ സ്ട്രെങ്ത്സ് ഓഫ് ദിസ് മെത്തേഡ്? ദാറ്റ് മീൻസ് ഇംപ്രൂവ്സ് ഫ്ലുവൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞു സ്പീക്കിംഗ് സ്കില്ലിനാണ് കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ആ കുട്ടീൻ്റെ ഇഫ് വി ആർ കണ്ടക്ടിങ് ELT ത്രൂ ഡിറക്റ്റ് മെത്തേഡ്, ദാറ്റ് സ്റ്റുഡൻറ് വിൽ ഗെറ്റ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓൾസോ that person is going to develop his or her English fluency. Okay, the natural language learning environment, ഒരു നാച്ചുറൽ പ്രോസസ്. നമ്മളൊരു സിസ്റ്റമാറ്റിക് ഒരു മെക്കാനിക്കൽ മെമ്മറൈസേഷൻ അല്ല അവിടെ ചാൻസ് ഉണ്ടാവുക. അവിടെ കുറച്ചും കൂടി നമ്മൾ എന്തായിരിക്കും, നമ്മൾ ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സിൽ
we'll be participating and also we'll be part of. അതായത് അവിടെ നമ്മൾ ഓക്കെ ഈ റൂൾസ് ഒക്കെ പഠിച്ച് നമ്മൾ ബൈ ഹാർട്ട് ലേണിങ്ങിന് പകരം നമ്മൾ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടിയിട്ട് ആ ലാംഗ്വേജ് ഡയറക്റ്റ് ലാംഗ്വേജിന്റെ എക്സ്പോഷർ കിട്ടിയിട്ട് നമ്മൾ ഓർഗാനിക്കലി നമ്മളുടെ മനസ്സിൽ ഇത് ഓരോന്ന് രജിസ്റ്റർ ആവും. എന്നിട്ട് പഠിക്കുന്നതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഓൾസോ ഗെറ്റ്സ് ഇംപ്രൂവ്ഡ്. സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് വീക്ക്നെസ്സസ് ഓഫ് ദിസ് മെത്തേഡ്? ഇതിന് ട്രെയിൻഡ് ടീച്ചേഴ്സിന് ആവശ്യമാണ്. കാരണം ഇവിടെ ട്രാൻസ്ലേഷൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡയറക്റ്റ് ലാംഗ്വേജ് പറയുമ്പോൾ നമുക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഈസിലി കോംപ്രിഹെൻസീവ് ആയിട്ട് കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാനോടെ വരുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് ആയിരിക്കണം ഇതിന് വേണ്ടി വരിക. ആൻഡ് ഓൾസോ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ക്ലാസ്സസ്. ഒരു കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരു ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓർഗാനിക് ആയിട്ട് റിയൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അപ്പൊ നമ്മൾ ഓർഗാനിക്കലി ഒരു കാര്യം ഡെവലപ്പ് ആയിട്ട് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ അങ്ങനെയല്ലേ, ഇപ്പൊ നമ്മൾ മലയാളം നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് തന്നെ പഠിക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടല്ലേ നമ്മൾ ഇൻഫന്റ് ഫേസിൽ നമ്മൾ ചുറ്റുള്ള നമ്മുടെ പേരൻസ് ഫാമിലി ഇവരൊക്കെ സ്പീക്ക് ചെയ്യുന്നത് നമ്മൾ കേട്ട് കേട്ട് നമ്മളാരെയും പഠിപ്പിച്ചൊന്നും തന്നതല്ലല്ലോ. നമുക്കിങ്ങനെ മലയാളത്തിൽ ഈ ഗ്രാമാറ്റിക്കൽ റൂളാണ്, ഈ സെന്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഇതിൽ വേർബ് ഇതാണ്, നൗൺ ഇതാണ്, ഇങ്ങനൊന്നും ആരും പഠിപ്പിച്ചു തന്നതല്ല. നമ്മൾ എക്സ്പോഷർ കിട്ടി നമുക്ക് ആ ലാംഗ്വേജിന് നമ്മുടെ ചുറ്റുമുള്ളവരും ഇതാണ് സ്പീക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർഗാനിക്കലി നമ്മൾ അതെടുത്തു. ഈ ഒരു പ്രോസസ്സാണ് ഡയറക്റ്റ് മെത്തേഡിലൂടെ ഇന്റൻഡ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് സ്ലോ ടൈം ടേക്കിംഗ് പ്രോസസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗ്രാമർ ഇസ് ടോട്ട് ഇൻഡയറക്ട്ലി ആൻഡ് മേ ബി അൺക്ലിയർ. ചിലർക്ക് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഗ്രാമറിന്റെ പ്രോപ്പർ റൂൾസ് ഒന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, so next method is audio-lingual method. Audio-lingual method. So what do we mean by audio-lingual method? Audio-lingual method എന്ന് ALM എന്നാണ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് വിളിക്കുക. ആൻഡ് ഓൾസോ audio-lingual method സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഓഡിയോസ് ഒക്കെ കേട്ടിട്ട് ഹൗ സ്റ്റുഡൻസ് ആർ റെസ്പോൺസിങ് ടു ഇറ്റ്, സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഇറ്റ് ഈസ് വെരി മച്ച് റൂട്ടഡ് ഇൻ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്. അതായത് നമ്മൾ കുറച്ചും കൂടി വിൽ ബി അവെയർ ഓഫ് ദി സ്ട്രക്ചർ. അതായത് ഓരോ വേർഡിന്റെയും മീനിങ്, ആ വേർഡിന്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഒക്കെ നമ്മൾ ഈസിലി മനസ്സിലാക്കും. ആൻഡ് ഓൾസോ റൂട്ടഡ് ഇൻ ബിഹേവിയറിസം ഓൾസോ. ആൻഡ് ഓൾസോ സെക്കൻഡ് വേൾഡ് ആർമി ലാംഗ്വേജ് പ്രോഗ്രാംസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാംഗ്വേജ് ഈക്വൽ ടു ഹാബിറ്റ് ഫോർമേഷൻ. അതായത് റെപ്പിറ്റേഷൻ വഴി നമ്മൾ ഓഡിയോ ഒരു സ്റ്റുഡന്റ് ഗ്രൂപ്പിൽ നമ്മൾ ഒരു ലിസണിങ്ങിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതായത് നമ്മളിപ്പം ടീച്ചർ ഒരു കാര്യം റിസൈറ്റ് ചെയ്യുന്നു, അത് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നു, അവർ എനാക്ട് ചെയ്യുന്നു, അവർ കുറെ ഡ്രിൽസ് കൊടുക്കുന്നു, നമ്മൾ അവരെ റിപ്പീറ്റഡ് ആയിട്ട് അസസ്മെന്റ് കൊടുക്കുന്നു. നമ്മളുടെ സ്ട്രക്ചറൽ ഫോർമാറ്റ് ഒക്കെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ മെത്തേഡാണ് ബെസ്റ്റ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ലിസണിങ് ആയിരിക്കും. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. സോ ദേ ലിസൺ, ദെൻ ദേ സ്റ്റാർട്ട് സ്പീക്കിംഗ്. കാരണം നമ്മൾ അവരോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറയും. സോ വീൽ ടീച്ച് ദം സംതിങ്. അപ്പൊ അവർ ലിസൺ ചെയ്യും. ആ ലിസൺ ചെയ്ത കാര്യങ്ങൾ എന്താന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറയും. സോ റെപ്പറ്റീഷൻ ആയിരിക്കും. എന്നിട്ട് അതിന് ഇപ്പൊ ഒരു ഹീസ് ഡാൻസിങ് അല്ലെങ്കിൽ ഹീസ് സിംഗിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എനാക്ട് ചെയ്യാൻ പറയും, അതിനെ മിമിക് ചെയ്യാൻ പറയും. എന്നിട്ട് വീൽ ആ ഒരു പെർഫോമൻസ് ആക്കിയിട്ട് നമ്മൾ കാണും. അപ്പം ഗ്രാമറിന്റെ സ്ട്രക്ചറൽ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ അതുവഴി പഠിപ്പിക്കും. ഇപ്പൊ ലൈക്ക് സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ളതൊക്കെ ഈ സ്ട്രക്ചറൽ റൂൾസും നമ്മൾ എന്താക്കും, റിപ്പീറ്റ് ചെയ്ത് അവരെ കൊണ്ട് പഠിപ്പിക്കും. ഓക്കെ, പിന്നെയാണ് റീഡിങ്, റൈറ്റിംഗ്. സോ ഹിയർ ലിസണിങ് ഇസ് ദ മേജർ തിങ്. ഓഡിയോ ലിംഗ്വൽ, അതുകൊണ്ടാണ് ഓഡിയോ ലിംഗ്വൽ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു ലിസണിങ്ങിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് മിനിമൽ യൂസ് ഓഫ് L1. ഇവിടെയും ഫസ്റ്റ് ലാംഗ്വേജിന് വലിയ റോൾ ഇല്ല. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രെങ്സ് എന്തൊക്കെയാ ഈ ഒരു ഓഡിയോ ലിംഗ്വൽ മെത്തേഡിന്റെ? ഗുഡ് ഫോർ പ്രൊനൗൺസിയേഷൻ ആൻഡ് ബേസിക് ഫ്ലുവൻസി. ഇവിടെയും കമ്മ്യൂണിക്കേഷൻ, കാരണം ലിസണിങ് സ്പീക്കിംഗ് ആണ് കൂടുതലായിട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സിന് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ലേണിംഗ് ചെയ്യുമ്പോഴാണ് ത്രൂ റിപ്പീറ്റഡ് ആക്ഷൻസ് വി ഫോളോ എ ഹാബിറ്റ്. നമ്മൾ ഓരോ കാര്യം റിപ്പീറ്റ് ചെയ്ത്, ഇപ്പൊ ഇന്ന് ചെയ്ത കാര്യം നാളെ ചെയ്യുന്നു, ഈ ആഴ്ച മൊത്തം ചെയ്യുന്നു, ഈ മാസം മൊത്തം ചെയ്യുന്നു, ഇയർ മൊത്തം ചെയ്യുന്നു, അത് പിന്നെ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. അതേപോലെ
അതേപോലെ റിപ്പീറ്റഡ് ആക്ഷൻസിലൂടെ കുട്ടികൾക്ക് വി ആർ ടീച്ചിങ് സംതിങ്, അങ്ങനെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ദെൻ വീക്ക്നെസ്സസ്, ഇവിടെയും ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി മെക്കാനിക്കൽ ആയിരിക്കും, ക്രിയേറ്റീവ് യൂസ് ഉണ്ടാവില്ല. നമ്മൾ സ്ട്രക്ചറൽ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാം. റിയൽ കമ്മ്യൂണിക്കേഷന് ചിലപ്പം ചാൻസ് കുറവായിരിക്കും. ആൻഡ് ബിഹേവിയറിസ്റ്റ് എസംഷൻസ് ഒക്കെ നമ്മുടെ അസംഷൻ ആണ്, ഓക്കെ കുട്ടികൾ റിപ്പീറ്റഡ് ആക്ഷനിലൂടെ ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യും എന്നൊക്കെ. സോ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അസംഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ നെക്സ്റ്റ് അപ്രോച്ച് ഓർ നെക്സ്റ്റ് മെത്തേഡ് സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ് ഓർ SLT ഓർ ഓറൽ അപ്രോച്ച്. ഇത് മേജർ ആയിട്ട് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടനിലുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള പാമർ ആൻഡ് ഹോൺബി ആണ്. സോ പ്ലീസ് ഡു റിമെമ്പർ their names ഓൾസോ. അത്ര ഇമ്പോർട്ടൻറ്റ് റെലവെന്റ് ആയിട്ട് നെറ്റിൽ ചോദിക്കാറില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഡു റിമെമ്പർ ദാറ്റ്. ഓക്കെ, then what are the features of this SLT method? ഇവിടെ ലാംഗ്വേജ് ആർ ടോട്ട് ത്രൂ സിറ്റുവേഷൻസ്. നമ്മൾ കുറച്ച് സിറ്റുവേഷൻസ് കൊടുക്കും കുട്ടികൾക്ക്, അതുവഴി പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ നമ്മളൊരു ഹോം, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻസ് നടത്തും, വാട്ട് ആർ ഓൾ ദ കമ്മ്യൂണിക്കേഷൻസ് ദാറ്റ് വി, അല്ലെങ്കിൽ ഏതൊക്കെ ഇന്ററാക്ഷൻസിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വെൻ വി ആർ അറ്റ് ഹോം അല്ലെങ്കിൽ വെൻ വി ആർ അറ്റ് ഓഫീസ്. അപ്പോൾ ഓഫീസ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഒരു ഷോപ്പത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓഫീസത്തെ കാര്യങ്ങൾ, ഹോം കാര്യങ്ങൾ, എന്തോരോ സിറ്റുവേഷൻസ് കൊടുക്കും, ഒരു ഇൻസ്റ്റൻസ് കൊടുക്കും, ഒരു അസ്യൂംഡ് ഇൻസ്റ്റൻസ് കൊടുക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കണ്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ്. ആൻഡ് ഹിയർ എംഫസിസ് ഓൺ സ്ട്രക്ചേഴ്സ് ആൻഡ് കൺട്രോൾഡ് വൊക്കാബുലറി. അപ്പോൾ ഒരു കൺട്രോൾഡ് വൊക്കാബുലറി ആയിരിക്കും. നമുക്ക് ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ലിമിറ്റഡ് വൊക്കാബുലറി ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഒരു ജാർഗൻസ്, അവിടെ ഓഫീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വിൽ ബി ഡിഫറെന്റ്, അവിടെ കുറച്ചും കൂടി ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും. വീട്ടിലാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പേഴ്സണൽ ആയിരിക്കും. സോ അവിടെ ലിമിറ്റഡ് ഓർ കൺട്രോൾഡ് വൊക്കാബുലറി ആയിരിക്കും. ആൻഡ് സിസ്റ്റമാറ്റിക് ഗ്രാമർ സിലബസ്, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കും സിറ്റുവേഷൻ വഴി. ഓക്കെ, സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വഴി. സോ വാട്ട് ആർ ദ സ്ട്രെങ്സ് ഓഫ് ദിസ് ലാംഗ്വേജ്? ഈ ഒരു മെത്തേഡ്, ഈ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ് കൊണ്ട് എന്തൊക്കെ സ്ട്രെങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്? വാട്ട് ആർ ഓൾ ദ മേജർ പോയിന്റ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഈ ഒരു മെത്തേഡിന്റെ? ഇറ്റ് ഈസ് കോണ്ടെക്സ്റ്റലൈസ്ഡ് ലാംഗ്വേജ്. നമ്മൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കും. നമ്മൾ വെറുതെ ഒരു ലാംഗ്വേജ് പഠിക്കാതെ നമ്മളൊരു കോണ്ടെക്സ്റ്റ് ബേസിസ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യാന്ന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ വീക്ക്നെസ്സസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ ഇത് ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് അല്ല. നമ്മൾ സ്ട്രക്ചറലി ഇത് യൂസ് ചെയ്യുമെങ്കിൽ പോലും ക്ലാസ് റൂം ലെവലിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷന് കുറച്ചും കൂടി ഇത് കുറവായിരിക്കും. ആൻഡ് ഓൾസോ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസിസിലാവുമ്പോൾ നമുക്ക് മേ ബി ആക്യുറസി ചിലപ്പം കുറവായിരിക്കും. കൺട്രോൾഡ് അട്ടറൻസസ് മാത്രമേ ഇതിന് ഹെൽപ്ഫുൾ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് ഇപ്പം കൂടുതൽ വൗ ചെയ്യുന്നത് ആൾക്കാർ, അല്ലെങ്കിൽ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ഹൈം. ഈ പേര് റിമെമ്പർ ചെയ്യുക. ഹൈം എന്ന് പറഞ്ഞ സ്കോളർ ആണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ബേസിസ് കൊടുത്തിട്ടുള്ള ആള്. കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻ 1972. ആൻഡ് ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ വിൽക്കിൻസ് എന്ന് പറഞ്ഞ സ്കോളർ ആണ് കൂടുതൽ ഇലാബറേറ്റ് ചെയ്തത്, ഒരു പ്രൂഫ് ആക്കിയിട്ട് കൊടുത്തുള്ളത്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ട്രെയിനിങ്? കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, ഓക്കെ, അല്ലെങ്കിൽ CLT. സോ CLTന്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇറ്റ് ഫോക്കസസ് ഓൺ മീനിങ് ഓവർ ഫോം. നേരത്തെ നമ്മൾ കോണ്ടെക്സ്റ്റ് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കും, അല്ലാതെ ഒരു സ്ട്രക്ചറൽ സ്റ്റഡി അല്ല. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെ നമ്മളൊരു എന്താ പറയാ, ഒരു മെക്കാനിക്കൽ ആയിട്ട് പഠിക്കാതെ അതിന്റെ മീനിങ് കൂടി, അർത്ഥം കൂടി അറിഞ്ഞിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. ഇവിടെ റിയൽ കമ്മ്യൂണിക്കേഷന് സ്പേസ് കൊടുക്കും, കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിരിക്കും. ഇവിടെ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് വിൽ ബി കോൺസ്റ്റന്റ്ലി ആക്റ്റീവ് പ്രോസസ് ഓഫ് ലേണിംഗിൽ ഇൻവോൾവ് ആവും in this method. And also here fluency is more considered. അതായത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് അവിടെ ആക്യുറസി ആയിരുന്നു more favored than fluency, but here fluency is favored than accuracy. ഇവിടെ ആൾക്കാരുടെ സ്പീക്കിംഗ് എത്രത്തോളം ഇംപ്രൂവ്ഡ് ആണ്, മേ ബി മിസ്റ്റേക്സ് ഉണ്ടാവും, നോ പ്രോബ്ലം, പക്ഷെ ഫ്ലുവൻസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക in communicative language teaching also.
ആൻഡ് ഓൾസോ ഇവിടെ ഒത്തന്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യും, ലേണർ സെന്റേർഡ് ആണ്, റോൾ പ്ലേസ് ഉണ്ടാവും, പെയർ വർക്ക് ഉണ്ടാവും, ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ കണ്ടക്ട് ചെയ്യും. ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് ലെവലിൽ ഇംഗ്ലീഷ് എത്രത്തോളം കോമ്പിറ്റൻസ്, എത്രത്തോളം നോളജ് ഒരു ലേണറിന് കിട്ടുന്നു ത്രൂ ദ ടീച്ചിങ് മെത്തേഡ് എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 4 ഡിവിഷൻസ് ഉണ്ട്. ഗ്രാമാറ്റിക്കൽ കോമ്പിറ്റൻസ് ഉണ്ട്, സോഷ്യൽ ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് ഉണ്ട്, ഡിസ്കോഴ്സ് കോമ്പിറ്റൻസ് ഉണ്ട്, സ്ട്രാറ്റജിക് കോമ്പിറ്റൻസ് ഉണ്ട്. ഇതൊക്കെ പ്ലീസ് ഡു ബി ഫെമിലിയർ വിത്ത് ദീസ് നെയിംസ്. ഈ ഒരു കോൺസെപ്റ്റ്സ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഡീപ്പർ ലെവലിലോട്ട് പോകണമെന്നില്ല, സർഫസ് ലെവലിലാണ് നെറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി വാട്ട് ആർ ദ സ്ട്രെങ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എഫക്റ്റീവ് ഫോർ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ? കാരണം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വേറെ കോഴ്സസിനൊന്നും പോയി ചേരേണ്ട ആവശ്യമില്ല. നമ്മൾ വിൽ ബി കേപ്പബിൾ ടു ഹാൻഡിൽ അവർ സെൽസ്. നമ്മൾക്ക് തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ അർത്ഥം അറിഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ജോബ് ഇന്റർവ്യൂക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലുവൻസി ആണ് ഇത് ഫേവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലെവൽ സ്കില്ല് ഇത് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ മോട്ടിവേറ്റിംഗ് ആൻഡ് ലേണർ സെന്റർഡ്. ലേണേഴ്സിന്റെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഈ ലാംഗ്വേജ് കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ മോർ ഫോക്കസ്. ആൻഡ് അക്യുറസി സംടൈംസ് ഇഗ്നോർഡ്. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും. ഇവിടെ ഫ്ലുവൻസിക്കാണ് കൂടുതൽ കൊടുക്കുക. ആൻഡ് ഓൾസോ ഹിയർ ടീച്ചർ നീഡ്സ് ഹൈ പ്രൊഫഷൻസി വൈൽ ഗിവിംഗ് ദിസ് ടൈപ്പ് ഓഫ് ടീച്ചിങ്. കാരണം ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേറ്റീവ് ലെവലിൽ കിട്ടുന്ന വൊക്കാബുലറി ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ ഫോർമാറ്റ് ആയിരിക്കും സ്റ്റുഡൻസ് ഫോളോ ചെയ്യുക. സോ ദ ടീച്ചർ ഷുഡ് ബി ഓഫ് ഹൈ പ്രൊഫഷൻസി. എക്സാമിനേഷൻ ഫോക്കസ്ഡ് കോണ്ടെക്സ്റ്റിൽ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ അക്യുറസി ആ കൂടുതൽ നോക്കുക. സ്പീക്കിങ്ങിൽ നമുക്ക് അക്യുറസി ഇല്ലെങ്കിലും ഫ്ലുവൻസിക്ക് നമ്മൾക്ക് കുറച്ചും കൂടി വാല്യൂ കിട്ടും സ്പീക്കിങ്ങിൽ. പക്ഷെ ഗ്രാമാറ്റിക്കൽ റൂളൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ ചാൻസ് ഉണ്ട് ഫ്ലുവൻസി മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ എക്സാമിനേഷന് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ട്രെയിനിങ് ഹെൽപ്ഫുൾ ആണോ ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡൗട്ട്ഫുൾ. ഓക്കെ, next is task based language teaching, TBLT. Okay, TBLT, task based language teaching. ഒരു ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വാട്ട് ഓൾ ആർ ദ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പൈനിയേഴ്സ് ആ എൻ പ്രഭു. ആൻഡ് പ്ലീസ് ഡു റിമെമ്പർ ദീസ് നെയിംസ്. ഓക്കെ, ഈ നെയിംസ് ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കി വെക്കുക. ഓവർ ഡീപ്പ് ലെവലിലോട്ട് പോകണ്ട, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ സർഫസ് ലെവൽ. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് വെൻ യു കൺസിഡർ അതർ ഏരിയാസ് ഓഫ് ടോപ്പിക്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടോപ്പിക്സ്, ദിസ് ഇസ് അത്ര വെയിറ്റേജ് ഇല്ലാത്ത ടോപ്പിക്കാണ്. പക്ഷേ സർപ്രൈസിംഗ്ലി ഇഫ് വി ഗെറ്റ് എ ക്വസ്റ്റ്യൻ, അപ്പൊ നിങ്ങൾ JRF ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും വാല്യുബിൾ ആണ്. സോ വി കാൻ മിസ് ഔട്ട്. നമ്മളെ ഫോമോ അടിക്കും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അപ്പൊ ബാക്കിയുള്ളവർ ഈ ഏരിയാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിന് വെയിറ്റേജ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇഫ് യു ആർ അവോയ്ഡിങ് ദീസ് ടോപ്പിക്സ് യു ആർ ഗോയിങ് ടു മിസ് ഔട്ട്. നിങ്ങൾ ഒരു 2 മാർക്സിനൊക്കെ പുറകിലായി പോവും, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള അതൊക്കെ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി സാഡനിങ് തിങ് അല്ലേ. അതുകൊണ്ട് തന്നെ ഏതൊരു ഏരിയാസും നമ്മൾ ഒരിക്കലും ഒഴിവാക്കി വിടരുത്. പക്ഷെ ചില ഏരിയാസ് നമ്മൾ ഡീപ്പർ ലെവലിൽ പോകണമെന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ കീ ഏരിയാസ് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഈ ഓരോ മെത്തേഡിന്റെ പേരും പ്ലീസ് ബി ഫെമിലിയർ, അതിന്റെ യൂസ് എന്താന്ന് കൂടി അറിഞ്ഞിരിക്കുക. ആൻഡ് ഈ റൈറ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ വെക്കുക. ഓക്കെ, ഇവിടെ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് സിമ്പിൾ ആസ് ദ ടൈറ്റിൽ ഗോസ് ലൈക്ക്. ഇവിടെ ടാസ്ക് ആയിരിക്കും, പ്രോബ്ലം സോൾവിങ്, ജിക്സോ. ഇവിടെ കുറേ ടാസ്ക് കൊടുക്കും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കും. ഇവിടെ ടാസ്ക് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, റിപ്പോർട്ട് ഉണ്ട്. ലാംഗ്വേജിൽ കൂടുതൽ ടാസ്ക് ബേസ്ഡ് ആയിട്ട് കൊടുത്ത് നമ്മൾ പഠിക്കുന്നതിനാണ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ട്രെയിനിങ്. ദാറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് നാച്ചുറൽ അക്വിസിഷൻ ആണ്. ഇവിടെ ടാസ്കിലൂടെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ മെക്കാനിക്കൽ ആയിരിക്കില്ല, കുറച്ചും കൂടി നമുക്ക് ഓർഗാനിക്കലി നമുക്ക് ഉള്ളിലൂടെ എടുക്കാൻ പറ്റും. ഇവിടെ കമ്മ്യൂണിക്കേറ്റീവ് ആണ്, എൻഗേജിങ് ആണ്, നമ്മൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇവിടെ വേണം, ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, കൊളാബറേഷൻ വേണം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആൻഡ് ഓൾസോ ഫ്ലുവൻസി ഇങ്ങനെ ഓർഗാനിക്കലി ഡെവലപ്പ് ആയിട്ട് പോകും. ആൻഡ് ഓൾസോ വാട്ട് ആർ ദ വീക്ക്നെസ്സസ്? ഹാർഡ് ടു മെഷർ ആക്യുറസി. നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് പറഞ്ഞ പോലെ തന്നെ ടാസ്ക് ബേസ്ഡ് ലേണിംഗ് ആവുമ്പോൾ കുറച്ചുകൂടി ഓർഗാനിക് ആണ്, മെക്കാനിക്കൽ അല്ല. അപ്പൊ റൂൾസ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആക്യുറസി ഇസ് നോട്ട്, നമുക്ക് ആക്യുറസി ചിലപ്പം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ മെഷർ ചെയ്യാൻ, ആക്യുറസി മെഷർ ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇവിടെ സ്ട്രോങ് ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് റിക്വയർഡ് ആൻഡ് ഓൾസോ നോട്ട് ഐഡിയൽ ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സിന് ചിലപ്പം കത്തില്ല പ്രോപ്പർലി ഈ ഗ്രാമറിന്റെ കാര്യങ്ങളൊക്കെ.
So next one is natural approach. Natural approach is developed by Krashen and Terrell in 1983. ഇവിടെ ക്രാഷൻ എന്നുള്ള പേര് ഇട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ELT പഠിക്കുന്ന ഒരു കുട്ടിക്ക് ELT എന്താന്ന് അറിയുന്ന ഒരാൾക്ക് ഇപ്പൊ നെറ്റ് ബേസിസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ക്രാഷൻ എന്നുള്ള പേര്, ആ ഒരു സ്കോളറിന്റെ പേര് സ്റ്റീഫൻ ക്രാഷൻ ആണ്. ഓക്കെ, സ്റ്റീഫൻ ക്രാഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ദിസ് ELT ഒരു ഏരിയ ഓഫ് സ്റ്റഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കോളർ ആണ് സ്റ്റീഫൻ ക്രാഷന്റെ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കും വാട്ട് ഇസ് ഇറ്റ്. ആൻഡ് ഓൾസോ നാച്ചുറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാല് ഇവിടെ അക്വസിഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. നമ്മൾ ഓർഗാനിക്കലി ഒരു കാര്യം പഠിച്ചെടുക്കാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഉള്ള ഒരു കാര്യമായിരിക്കും. നമുക്ക് ഓവർ സ്ട്രിക്റ്റ് ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലില്ല, നമുക്കൊരു ഫ്രീ ഈസി ഗോയിങ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും. കുറച്ചും കൂടി കോംപ്രിഹെൻസിബിൾ ആയിട്ട്, ഞാൻ പറഞ്ഞു ലാംഗ്വേജ് എക്സ്പോഷർ വഴിയാണ് നമ്മൾ കൂടുതൽ ഓർഗാനിക്കലി അത് പഠിക്കാൻ ചാൻസ്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി നമ്മളെ ഇട്ടാൽ ആ ചുറ്റുമുള്ള ആൾക്കാർ എന്തൊക്കെയാണ് സ്പീക്ക് ചെയ്യുന്നത് അത് നമ്മൾ എക്വയർ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി നമ്മൾ അതിന് കുറച്ചും കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ചു പോകും. നമ്മൾ അവിടെ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതേപോലെ എക്സ്പോഷർ ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിനാണ് നാച്ചുറൽ അപ്രോച്ച് എന്ന് പറയാം. ഇവിടെ നാച്ചുറൽ ലേണിംഗ് ആണ് എൻകറേജ് ചെയ്യുക. പക്ഷെ ഇവിടെയും പ്രശ്നം എന്താന്ന് വെച്ചാൽ ഗ്രാമർ അക്യുറസി വിൽ ബി എ പ്രോബ്ലം. Then go silent way. ഇവിടെ ടീച്ചേഴ്സിന് ചെറിയ റോളേ ഉള്ളൂ, ലേണേഴ്സിനായിരിക്കും ആക്റ്റീവ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ നമ്മൾ മാത്സിൽ ബാക്കസ് ലേണിംഗ് ഒക്കെ ഇല്ലേ, അതാണ് യൂസ് ഓഫ് ക്വസ്റ്റനെയർ റോഡ്സ്. മാത്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ്. ആ ബ്ലോക്സ് അറേഞ്ച് ചെയ്ത് നമ്മൾ ഓരോ മാത്തമാറ്റിക്കൽ ടേംസിനൊക്കെ പഠിക്കുന്നതിനാണ് ക്വസ്റ്റനെയർ റോഡ്സ് എന്ന് പറയാം. അപ്പം അതേപോലെ ബാക്കസ് ലേണിംഗ് പോലെ തന്നെ ബാക്കസിൽ നമ്മൾ ഓരോ ബീഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഓരോ നമ്പേഴ്സിനൊക്കെ പഠിക്കുന്ന പോലെ ഇവിടെ ലേണേഴ്സ് ആയിരിക്കും ആക്റ്റീവ് എൻഗേജ്ഡ് ആയിരിക്കും. അവരുടെ അണ്ടർസ്റ്റാൻഡ് അവർ തന്നെ ടീച്ചേഴ്സ് ചിലപ്പോൾ ഒരു ടാസ്ക് കൊടുക്കും, ടാസ്ക് അല്ലെങ്കിൽ ഒരു ബേസിക് അവയർനെസ് കൊടുക്കുകയായിരിക്കും. പിന്നെ ലേണേഴ്സ് ആണ് അതിനെ റിസർച്ച് ചെയ്ത് അതിൽ കൂടെ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് അവരായിരിക്കും പഠിക്കുന്നത്. സോ ഡിസ്കവറി ലേണിംഗ്, ഇവിടെ ലേണേഴ്സിന് കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് ഡിസ്കവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ലേണർ ഓട്ടോണമി ആയിരിക്കും ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കും. ഇവിടുത്തെ സ്ട്രെങ്സ് എന്തൊക്കെയാണ്? എൻകറേജസ് ഇൻഡിപെൻഡൻസ്. ടീച്ചർ ഒരു ഗൈഡ് ആയിട്ട് അവിടെ ഉണ്ടാവും. മിസ്റ്റേക്സ് വന്നാൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവും? ടീച്ചറിന്റെ പ്രസൻസ് ഉണ്ടാവും. പക്ഷേ ദ ഓട്ടോണമി ഈസ് ഗിവൺ ടു ദ learner. The learner is given the complete authority to conduct the whole research regarding the language understanding and awareness and discoveries ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും അവിടെ ടീച്ചർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു ലേണറിന് വേണ്ടിയിട്ട്. വീക്ക്നെസ് എന്താന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ഇവിടെ സ്ട്രഗിൾ ചെയ്യും. കാരണം ടീച്ചർ കംപ്ലീറ്റ് അതോറിറ്റി ലേണറിന് കൊടുക്കുമ്പോൾ ആ ലേണറിന് എന്തെങ്കിലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ലേണറിന് പോയി ഡിസ്കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഇതൊരു ഡിഫിക്കൽട്ട് ലെവലായിരിക്കും. പക്ഷെ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനൊക്കെ ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് വിൽ ബി ഹെൽപ്ഫുൾ. കാരണം അവിടെ റിയൽ ആയിട്ട് അവർ തന്നെ കണ്ടുപിടിച്ച് പഠിക്കുമ്പോൾ ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ ദം ടു റിമെമ്പർ മച്ച് മോർ. ഓക്കെ, ഇനി Suggestopedia. This is also a method that we use in ELT and the founder is Georgi Lozenov. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം വെച്ചാൽ പ്ലീസ് ഡു റിമെമ്പർ Suggestopedia, Georgi Lozenov. ആൻഡ് വാട്ട് ആർ ദ പ്രിൻസിപ്പൽസ് ഓഫ് Suggestopedia? അതായത് Suggestopedia എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക് വഴി നമ്മൾ ഇംഗ്ലീഷ് മ്യൂസിക് ഒക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് മെത്തേഡ് ആയിരിക്കും. റിലാക്സ് ചെയ്ത് മ്യൂസിക് ഒക്കെ കേട്ട് കംഫർട്ടബിൾ എൻവയോൺമെന്റിൽ നമ്മൾ ലേണിംഗ്, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ പോഡ്കാസ്റ്റ് ഒക്കെ കേട്ട് അല്ലെങ്കിൽ വീഡിയോ സ്ക്രിപ്റ്റ്സ് ഒക്കെ കേട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഒരു റിലാക്സ്ഡ് വേയിൽ പഠിക്കുന്നതിനെയാണ് Suggestopedia എന്ന് പറയാം. ഇവിടെ ഡ്രാമറ്റൈസേഷൻ ഉണ്ട്, റോൾ പ്ലേയിങ് ഉണ്ട്, മ്യൂസിക്സ് വഴി പഠിക്കുന്നതുണ്ട്, പോസിറ്റീവ് സജഷൻ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി ആൻസൈറ്റി കുറവായിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും ആൻഡ് ഓൾസോ നമ്മളെ പിടിച്ചിരുത്തും. അവിടെ വി വോണ്ട് ബി റെസ്റ്റ്ലെസ് ദർ. ഇതൊരു റിസോഴ്സ് ഓറിയന്റഡ് ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് എത്രത്തോളം ആക്യുറേറ്റ് ആണോ അതിനനുസരിച്ച്. ഇപ്പൊ മ്യൂസിക്കിലൊക്കെ എല്ലാവരും ഗ്രാമർ യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പൊ മലയാളം മ്യൂസിക്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഓരോരുത്തർ എഴുതുന്ന വരികളൊക്കെ ആ ഗ്രാമാറ്റിക്കൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫുൾ സെന്റൻസ് ആവണമെന്നില്ല. അപ്പം അങ്ങനെ ആക്യുറസി ഈസ് ഓൾസോ ഡൗട്ട്ഫുൾ ഹിയർ. ഓക്കെ,
Then comes community language learning. That means counseling learning theory base ചെയ്തിട്ടാണ് ടീച്ചർ ഒരു കൗൺസിലർ ആയിട്ട് മാറും, സ്റ്റുഡൻസ് ക്ലയൻസ് ആയിട്ട് മാറും. ആൻഡ് ഓൾസോ ഇവിടെ സ്റ്റുഡൻസ് അവരുടെ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യും, എന്നിട്ട് ടീച്ചർ ഹെൽപ്സ് ടു ട്രാൻസ്ലേറ്റ് ആൻഡ് സ്കാഫോൾഡ്. അതായത് സ്റ്റുഡൻസിന്റെ ഏതൊക്കെ കൺസേൺസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് കമ്മ്യൂണിറ്റി ലെവൽ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കും. ഇവിടെ സ്റ്റുഡൻറ് സപ്പോർട്ട് കൊടുക്കും ടീച്ചർ, ആൻഡ് ഓൾസോ ബിൽഡ്സ് കോൺഫിഡൻസ്. ആ ഒരു കുട്ടീന്റെ ബേസിക് ഒരു പെഡഗോജി ഒക്കെ നോക്കിയിട്ട് വിൽ കണ്ടക്ട് ഇറ്റ്. ഓക്കെ, സ്ലോ പ്രോസസ് ആണ്. ഗ്രാമർ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ഈ ഒരു മെത്തേഡിൽ പറ്റില്ല. Then total physical response, as the title says, ഇവിടെ physical response വഴി ലാംഗ്വേജ് ആക്ഷൻ വഴിയാണ്. കിനെസ്തെറ്റിക് ലേണിംഗ് ആണ്, മൂവ്മെന്റ് ബേസിസിലാണ്. ലിസണിങ് കംസ് ബിഫോർ സ്പീക്കിംഗ്. ഇവിടെ സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ എവറിബഡി സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാണ്. സ്റ്റാൻഡ് അപ്പ് മീൻസ് എഴുന്നേറ്റ് നിൽക്കുക. റൺ ആക്ടിവിറ്റി ബേസ്ഡ്, ഓപ്പൺ ദി ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ റെസ്പോൺസ്, ഒരു ടീച്ചർ പറയുന്ന കാര്യത്തിന് ഒരു ഫിസിക്കൽ റെസ്പോൺസ് അവിടെ കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് അങ്ങനെ ബേസ് ചെയ്ത് നടത്തുന്നതിനാണ് ഫിസിക്കൽ റെസ്പോൺസ് എന്ന് പറയാ. ചിൽഡ്രൻ, ബിഗിനർ ആയിട്ടുള്ള ഭയങ്കര ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കും, സ്ട്രെസ് ഫ്രീ ലേണിംഗ് ആയിരിക്കും. പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ലേണേഴ്സിന് ഇറ്റ് വോണ്ട് ബി സഫീഷ്യന്റ്. ഓക്കെ, ഇനി മോഡേൺ ELT അപ്രോച്ചസ് നിങ്ങൾ ഡീപ്പർ ആയിട്ടൊന്നും നോക്കേണ്ട, ഈ ഒരു പേരുകൾ മാത്രം നോക്കിയാൽ മതി. എക്ലെക്റ്റിക് അപ്രോച്ച് ഉണ്ട്, പോസ്റ്റ് മെത്തേഡ് പെഡഗോജി ഉണ്ട്. പോസ്റ്റ് മെത്തേഡ് പെഡഗോജി കൊണ്ടുവന്നിട്ടുള്ളത് കുമാര വടിവേലു എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർ ആണ്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. എക്ലെക്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള ക്ലാസ് റൂംസിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതായത് പല മെത്തേഡ്സും മിക്സ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ്, മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നതിനാണ് എക്ലെക്റ്റിക് അപ്രോച്ച് എന്ന് പറയുക. ഇവിടെ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യും, എന്നിട്ട് ഏതാ എഫിഷ്യൻ്റ് ആയിട്ട് കുട്ടികൾക്ക് വർക്ക് ആവുന്നത് അത് പ്രൊസീഡ് ചെയ്തിട്ട് പഠിപ്പിക്കും എക്ലെക്റ്റിക് അപ്രോച്ചിൽ. പോസ്റ്റ് മെത്തേഡ് പെഡഗോജി എന്ന് പറഞ്ഞാൽ അത് 3 പാരാമീറ്റേഴ്സ് വഴിയാണ് കണ്ടക്ട് ചെയ്യുക: പെർട്ടിക്കുലാരിറ്റി, പ്രാക്ടിക്കാലിറ്റി ആൻഡ് പോസിബിലിറ്റി. അത് എത്രത്തോളം പ്രാക്ടിക്കലി കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ കുട്ടികൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആൻഡ് അവരുടെ പോസിബിലിറ്റി എന്താ, അവർക്ക് ലേണിംഗ് പോസിബിലിറ്റി, ഗുഡ് പോസിബിലിറ്റി ഓഫ് ലേണിംഗ് മച്ച് ആണോ അല്ലെങ്കിൽ ലോ പോസിബിലിറ്റി ആണോ ടു ലേൺ ദി ലാംഗ്വേജ് പ്രോപ്പർലി എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് ടീച്ചേഴ്സ് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ, ദെൻ ബ്ലെൻഡഡ് ലേണിംഗ്. ഇപ്പൊ കൂടുതൽ കാണുന്ന ഒരു മെത്തേഡാണ് ബ്ലെൻഡഡ് ലേണിംഗ്. അതായത് ഓൺലൈൻ ഓഫ്ലൈൻ. നമുക്ക് കോവിഡ് ഉള്ള ഒരു ടൈമിലൊക്കെ നമുക്ക് കൂടുതലും ഓഫ്ലൈൻ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഓൺലൈൻ മെത്തേഡ്സ് ആയിരുന്നു കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ നമ്മൾ കുറെ ഗൂഗിൾ മീറ്റ് വഴി, സൂം വഴി അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇവിടെ നടത്തുന്നത് പോലും ഓൺലൈൻ മെത്തേഡാണ്. അപ്പം അങ്ങനെ ഓൺലൈനും ഓഫ്ലൈനും കമ്പൈൻ ചെയ്ത ഒരു മെത്തേഡ് വഴി ലാംഗ്വേജ് ലേണിംഗ്, അതായത് പല ടൂൾസും ഉണ്ട്, പല ഡിജിറ്റൽ ആപ്സ് ഉണ്ട്. ഈ ആപ്പ് ഒക്കെ വഴി ഈ ക്വിസ് ഒക്കെ നടത്താറുണ്ടായിരുന്നു ഈ കോവിഡ് ടൈമിൽ ക്ലാസ്സസ് ഒക്കെ നടത്തുമ്പോൾ. സോ അതുവഴി ഓരോ ടൂൾസ് വഴി നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ടീച്ചിങ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയാം. ദെൻ ഗോസ് കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. ഇവിടെ സബ്ജക്ട് ടോട്ട് ത്രൂ ഇംഗ്ലീഷ്. അതായത് ഇപ്പം നമ്മൾ വേറെ പല സബ്ജക്ട്സും ഇംഗ്ലീഷിൽ, ഇപ്പൊ നമ്മൾ +1 +2 കമ്പൽസറി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ, NCERT ടെക്സ്റ്റ് ബുക്സ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ബയോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ റിട്ടേൺ ഇൻ ഇംഗ്ലീഷ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈസിലി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു, ബിക്കോസ് ബാക്കി സബ്ജക്ട്സ് ആർ ഓൾസോ റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് ഫോർമാറ്റ്. സോ കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഒരുമിച്ച്, ഇപ്പൊ സയൻസ് ടെക്സ്റ്റ് ബുക്സ് ഇംഗ്ലീഷിൽ എഴുതിയ പോലെ തന്നെ അവിടെയും ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. സോ ദാറ്റ് വേ ഓൾസോ ടീച്ചേഴ്സ് ക്യാൻ ടീച്ച് ഇംഗ്ലീഷ്. Then goes lexical approach. Lexical approach എന്ന് പറഞ്ഞാൽ കൊളൊക്കേഷൻസ്, ഫോർമുല, എക്സ്പ്രഷൻസ് ഒക്കെ വഴി നടത്തുന്നതാണ് ലെക്സിക്കൽ അപ്രോച്ച്. അത് കുറച്ചും കൂടി ലാംഗ്വേജിന് ചെറിയ ഫോർമാറ്റ്സ് ആക്കിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കൊളൊക്കേറ്റീവ് ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പറയുന്നതിനാണ് ലെക്സിക്കൽ അപ്രോച്ച് എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ? ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഡു യു മീൻ ബൈ ലാംഗ്വേജ് ലേണിംഗ്? ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കോൺഷ്യസ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ്. അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഇൻ ഫോർമൽ ക്ലാസ് റൂം സെറ്റിംഗ്സ്. അത് അവിടെ ഗ്രാമറിന്റെ റൂൾസ്, വൊക്കാബുലറി ഇതൊക്കെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കും ആ ഒരു ക്ലാസ് റൂമിൽ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഇൻസ്ട്രക്ഷൻ, കറക്റ്റ്
കറക്ഷൻ, പ്രാക്ടീസ് ആൻഡ് ഓൾസോ ഇവാലുവേഷൻ. കുട്ടികൾക്ക് ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യും, അവർക്ക് ഒരു അവയർനെസ് കൊടുക്കും, ദീസ് ആർ അല്ലെങ്കിൽ ഗ്രാമർ റൂൾസും വൊക്കാബുലറി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവരെ കറക്റ്റ് ചെയ്യും ഇഫ് ദേ ഹാവ് മെയ്ഡ് മിസ്റ്റേക്സ്, ആൻഡ് ഓൾസോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. വൊക്കാബുലറി ഗ്രാമർ വെച്ചിട്ട് കുറെ സെന്റൻസ് ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു വിഗറസ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ നമ്മൾ ഓരോ റൂൾസും റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആക്ഷൻസിലൂടെ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുന്നതിനാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ മോട്ടിവേഷൻ, നമ്മളുടെ എക്സ്പോഷർ, നമ്മളുടെ ടീച്ചിങ് ക്വാളിറ്റി is also a factor that affects language learning, and also explicit knowledge, knowing about the language-നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ലോട്ട് ഓഫ് മെത്തേഡ്സും ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ലാംഗ്വേജിനെ കൂടുതലായിട്ട് ഡീപ്പർ ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ബിറ്റ് ഓഫൻ സ്ലോവർ ദാൻ നാച്ചുറൽ അക്വിസിഷൻ എന്ന് പറഞ്ഞാല് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. നമ്മൾ ആ കുട്ടിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഗ്രാമാറ്റിക് റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് പഠിക്കണം. നമ്മൾ ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് സ്റ്റിൽ എ ഫോറിൻ ലാംഗ്വേജ്. നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് എപ്പോഴും നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആയിരിക്കും. അതായത് നോട്ട് നമുക്ക് യൂസ് ടു ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സ്ലോലി മാത്രമേ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്. Whereas ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി എക്സാമ്പിൾ. അതായത് നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയി സെറ്റിൽ ആകുമ്പോൾ നമ്മളൊരു ജോബ് കിട്ടി നോർത്ത് ഇന്ത്യയിലോട്ട് പോവാണ്. അപ്പൊ അവിടെ ബോംബെ, അതായത് മുംബൈയിൽ നമ്മൾ സെറ്റിൽഡ് ആവണം. നമുക്ക് ഹിന്ദി ഒട്ടും അറിയില്ല, പക്ഷെ നമ്മുടെ റൂംമേറ്റ്സ് ഒക്കെ ഹിന്ദി സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും, നമ്മൾ അവര് പറയുന്നതൊക്കെ കേട്ടിട്ട്, ഇപ്പൊ ഒരു കുട്ടി ചെറുതാവുമ്പോ മുതലേ ഇങ്ങനെ മലയാളം, ഇപ്പൊ നമ്മളാണെങ്കിൽ മലയാളം കേട്ട് കേട്ട് പഠിക്കുന്നത് പോലെ നമ്മളും ചുറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ട് കേട്ട് നമ്മൾ പഠിക്കും. അവിടെ ഒരു ലേണിംഗ് പ്രോസസ് അല്ല, നമ്മൾ എക്സ്പോഷർ കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കംപ്ലീറ്റ്ലി അതിനെ എടുത്തിട്ട് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും, നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യും. മെമ്മറി ബേസ്ഡ് ലേണിംഗ് ആ നമ്മുടെ എക്സ്പോഷറും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ. ഫസ്റ്റ് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ മിസ്റ്റേക്ക് വരുമെങ്കിൽ പോലും നമ്മളിങ്ങനെ ബ്രോക്കൺ ലാംഗ്വേജിൽ ഇങ്ങനെ പറയാൻ തുടങ്ങും. എന്നിട്ട് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്സിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ലാംഗ്വേജ് അക്വയർ ചെയ്യും. അവിടെ ലേണിംഗ് പ്രോസസ്സ് ഒന്നും ഇല്ല. നമ്മൾ വിഗറസ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്രോസസ് ഒന്നുമില്ല. വേർബ് ഏതാ നൗൺ ഏതാ ഇങ്ങനെയൊന്നും പഠിക്കില്ല. നമ്മളത് അവർ ചുറ്റും സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഫസ്റ്റ് കുറച്ച് വേർഡ്സ് പഠിക്കും. പിന്നെ ഓരോ സെന്റൻസിൽ തും മുജെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഹിന്ദി പഠിക്കില്ല. അതേമാതിരി ഇംഗ്ലീഷും ദി എവിടെ യൂസ് ചെയ്യുക, വാട്ടർ, ചില വേർഡ്സിന്റെ ഒക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ നമ്മൾ പഠിക്കും. ഇങ്ങനെ എക്സ്പോഷർ വഴി നമ്മൾ ഒരു ലാംഗ്വേജിനെ മനസ്സിലാക്കുന്നതിനാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയാം. അതുവഴിയായിരിക്കും നമ്മൾ ലാംഗ്വേജിനെ മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ പഠിക്കുന്നതിനാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ, അതായത് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്, ഇതുവരെ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സിൽ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ ക്രാഷിന്റെ ഒരു മോഡൽ, മോണിറ്റർ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. ഈ മോഡൽ വഴിയാണ് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സ് നടത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. SLA, സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബാക്കിയുള്ള അക്വിസിഷൻ മെത്തേഡ്സ് ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ, നേരത്തെ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡ്സ് ആണ് നോക്കിയിട്ടുള്ളത്. ഇപ്പോഴാണ് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണെന്നാണ് വി ഹാവ് ബീൻ ലുക്കിംഗ് അറ്റ്. അപ്പൊ ഇവിടെ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സ് സ്റ്റീഫൻ ക്രാഷിന്റെ മോണിറ്റർ മോഡൽ ഉണ്ട്. ഫൈവ് ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, 5 ഡിവിഷൻ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയാ. ഇതിന് 5 ഡിവിഷൻസ് ഉണ്ട് ഈ ഒരു മോഡലിന്. അക്വിസിഷൻ ലേണിംഗ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ കോൺഷ്യസ് ആയിരിക്കും, നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യും. ഇങ്ങനെ ഗ്രാമറും ഒക്കെ പഠിക്കുന്നതിനെയാണ് അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. മോണിറ്റർ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ലേൺഡ്, നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചിലപ്പം പഠിച്ചിട്ടുള്ള ഗ്രാമർ ഉണ്ടാവും, അതൊരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു മോണിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈസിലി ആ ഒരു ഗ്രാമറിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഓക്കെ, സബ്ജക്ട് ഓക്കെ ഇങ്ങനെ എടുത്തിടും, നമ്മൾ ചുറ്റും കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിലോട്ട് എടുത്തിടും. സോ ദാറ്റ് ഈസ് മോണിറ്റർ ഹൈപ്പോത്തിസിസ്. ദെൻ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തിസിസ്, ദാറ്റ് മീൻസ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് acquired in
പ്രഡിക്റ്റബിൾ സീക്വൻസ്. നമ്മൾ അവർ പറയുന്നത്, ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു ഫോർമാറ്റിലാണ് വരിക, ഈ ഒരു സെന്റൻസ് ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് വരാന്നൊക്കെ വീൽ പ്ലാൻ ഇൻ ആ മൈൻഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നാച്ചുറൽ ഓർഡർ. സംതിങ് ആരും നമ്മളെ വന്ന് പഠിപ്പിച്ചൊന്നും തരാൻ പോകുന്നില്ല, നമ്മളുടെ മൈൻഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. Then input hypothesis, I plus 1 input is essential. I plus 1 input എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ ഉള്ളൊരു സെറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടും. അതായത് കുറച്ച് സെന്റൻസ് എങ്ങനെയായിരിക്കും, വൊക്കാബുലറി ഒക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ പഠിച്ചത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എക്വയർ ചെയ്തിട്ടുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും നമ്മൾ നമ്മളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് പഠിക്കുന്നതിനെയാണ് ഇൻപുട്ട് ഹൈപ്പോതെസിസ് എന്ന് പറയാം. ദെൻ എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോതെസിസ്, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ പ്ലീസ് ഡു റിമെമ്പർ ദീസ് നെയിംസ്. ഈ 5 ഹൈപ്പോതെസിസിന്റെ നെയിംസ് ഒക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോതെസിസ്, നമ്മൾ എഫക്റ്റഡ് ആവും, നമ്മൾ മോട്ടിവേഷൻ വേണം, ആൻസൈറ്റി ഉണ്ടാവും, ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ലേണിംഗ് ഉണ്ടാവും. ലേണിംഗ് പ്രോസസ്സിൽ ഈ ഒരു അതായത് എക്വസിഷൻ പ്രോസസ്സിൽ നമുക്ക് നമ്മളുടെ ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ, ആൻസൈറ്റി, നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആവില്ലേ, ഈ കാര്യങ്ങളൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും while we are in the process of language acquisition. Noam Chomsky's universal grammar, when we are studying language, especially linguistics, Noam Chomsky ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫിഗർ ആണ്. വി ഷുഡന്റ് ഫർഗെറ്റ് ഹിം. വി ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഹൂ ഈസ് ദ ഫിഗർ നോവാം ചോംസ്കി. നോവാം ചോംസ്കിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വീൽ ലേൺ ഇൻ ദ ലിംഗ്വിസ്റ്റിക് സെഷൻ. നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ നടത്തുന്ന സെഷനിൽ വീൽ ഹാവ് എ ഡീപ്പർ സ്റ്റഡി ഓൺ ദാറ്റ്. ആൻഡ് ഓൾസോ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നോവാം ചോംസ്കി ആണ്. ഇവിടെ ഇന്റർ ലാംഗ്വേജിന് ഒരു കോൺസെപ്റ്റ് കൊടുക്കും. അതായത് നമ്മളുടെ ഉള്ളിലുള്ള, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സബ് കോൺഷ്യസ് ലെവലിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. പിന്നെ ഔട്ട്പുട്ട് പുറത്തുനിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളും കമ്പൈൻ ചെയ്യുന്നതിനെയാണ് യൂണിവേഴ്സൽ ഗ്രാമർ പ്രോസസ് എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. നിങ്ങൾ കൂടുതൽ ഡീപ്പർ ലെവലിലോട്ട് പോകണ്ട. നോവാം ചോംസ്കിന്റെ യൂണിവേഴ്സൽ ഗ്രാമർ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഹി ഈസ് ദ വൺ ഹു ഹാസ് ഗിവൻ ലാഡ്, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. And also interlanguage. What do you mean by interlanguage? Interlanguage means ലേണേഴ്സ് ക്രിയേറ്റ് ദെയർ ഓൺ ടെമ്പററി. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഇപ്പൊ നേറ്റീവ് സ്പീക്കേഴ്സ് തന്നെ കണ്ടില്ല, അവർ ചിലപ്പോൾ നമ്മൾ പഠിച്ച ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അവർ വിൽ ബി ഫോളോയിങ് ദെയർ ഓൺ സിസ്റ്റം. അതായത് അവര് പഠിച്ചൊരു കാര്യം, ഇപ്പൊ നമ്മൾ കുറെ ഗ്രാമാറ്റിക്കൽ റൂൾസും റെഗുലേഷൻസ് ഒക്കെ പഠിച്ച് നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തോന്നും അവിടെ ഗ്രാമർ തെറ്റാണല്ലോ. പക്ഷെ അവര് നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല. അപ്പൊ അവർ അവരുടേതായിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈ ലാംഗ്വേജ് എക്വസിഷന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മേ ബി ആക്യുറസി കുറവായിരിക്കും. അവർ അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണോ ഈ മലയാളം സംസാരിച്ചിട്ടുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യില്ല. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോഴും ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജ് ഡിഫറൻഷിയേഷൻസ് ഇല്ലേ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് യൂണിവേഴ്സൽ ആയിട്ടാണോ ലാംഗ്വേജ് സംസാരിക്കുന്നത്? മലയാളം ഈവൻ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ മലയാളം പഠിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ മലയാളം കേൾക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ വിൽ ബി സർപ്രൈസ്ഡ് ബിക്കോസ് അയാൾ മേ ബി പഠിച്ച ഗ്രാമർ റൂൾസ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. സെയിം ഗോസ് വിത്ത് ഇംഗ്ലീഷ് ഓൾസോ. നമ്മളിവിടെ ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ യൂസ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ മേ ബി അവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. സോ സിമ്പിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാതെ ലാംഗ്വേജ് എക്വസിഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ ലേണിംഗ് പ്രോസസ് അല്ല കേട്ടോ, ലാംഗ്വേജ് എക്വസിഷൻ. ലാംഗ്വേജ് നമ്മൾ എക്സ്പോഷർ കിട്ടി പഠിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു യൂറോപ്യൻ കോണ്ടിനെന്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ലാംഗ്വേജ് എക്വസിഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സ് എന്താ സംസാരിക്കുന്നത് അതിനനുസരിച്ച് ഞാനൊരു ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ഞാൻ ഉണ്ടാക്കും, എന്റെ മൈൻഡിൽ ഉണ്ടാക്കും, ഒരു ടെമ്പററി ലിംഗ്വിസ്റ്റിക് സിസ്റ്റം. സോ ദിസ് ഇസ് വാട്ട് ഇന്റർ ലാംഗ്വേജസ്. ഓക്കെ, then goes behaviorist theory ഉണ്ട്, cognitive theory ഉണ്ട്. സ്കിന്നർ ആണ് behaviorist theory കൊണ്ടുവന്നത്. ലാംഗ്വേജ് ലേണിംഗ് നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ റെസ്പോൺസ് അനുസരിച്ച്, നമ്മുടെ റിഫ്ലെക്സീവ് ആക്ഷൻ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരാൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയില്ല, അതുവഴിയാണ് ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് നമ്മൾ ലാംഗ്വേജ് അക്വസിഷൻ നടത്തും. കൊഗ്നിറ്റീവ് തിയറി ലേണിംഗ് ത്രൂ മെന്റൽ പ്രോസസ്സിംഗ്. നമ്മുടെ എറർ, നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. പിന്നെ ആ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും, ഓക്കെ
ഞാൻ അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി ആ ലാംഗ്വേജ് ഞാൻ അവിടെ തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു വേർബ് യൂസ് ചെയ്തു, ദാറ്റ് വേർഡ് വാസ് നോട്ട് അപ്രോപ്രിയേറ്റ് ദർ. അതുകൊണ്ട് വിൽ ബി കോൺഷ്യസ് നെക്സ്റ്റ് ടൈം നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ. അപ്പൊ എറർ വരുത്തി, ഒരു മിസ്റ്റേക്ക് വരുത്തി അതിനെ കറക്റ്റ് ചെയ്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അവിടെ നമ്മൾ യൂസ് ചെയ്യും. സോഷ്യോ കൾച്ചറൽ തിയറി, ലേണിംഗ് സോഷ്യൽ പ്രോസസ്സിലൂടെ, സോഷ്യൽ മോൾഡിങ്ങിലൂടെ പഠിക്കുന്നതാണ് സോഷ്യോ കൾച്ചറൽ തിയറി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പേര് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇന്ററാക്ഷൻ ഹൈപ്പോതെസിസ് ഉണ്ട്, ലോങ് കൊണ്ടുവന്നതാണ്. ഔട്ട്പുട്ട് ഹൈപ്പോതെസിസ് ഉണ്ട്, സ്വിംഗ് കൊണ്ടുവന്നതാണ്. അതായത് നമ്മൾ നെഗോഷിയേറ്റഡ് ഇന്ററാക്ഷൻ വഴി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഇന്ററാക്ഷൻ ഹൈപ്പോതെസിസ്. Then output hypothesis means learners must produce output to develop accuracy. അതായത് നമ്മളുടെ മൈൻഡിൽ, നമ്മളുടെ എക്സ്പോഷർ, ലാംഗ്വേജ് എക്സ്പോഷർ കാരണം നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഹൈപ്പോതെസിസ് ഉണ്ടാവും. ത്രൂ ദ ഇന്ററാക്ഷൻ, അവിടെ നമ്മൾ ഇന്ററാക്ഷൻ വഴി കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, പ്ലസ് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ. ദാറ്റ് ഈസ് വാട്ട് ഇൻപുട്ട് ഇസ്. ഇൻപുട്ട് ആൻഡ് നെഗോഷിയേറ്റഡ് ഇന്ററാക്ഷൻ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ലാംഗ്വേജ് അക്വസിഷൻ ആണ് ഇന്ററാക്ഷൻ ഹൈപ്പോതെസിസ് എന്ന് പറയാം. Then there is output hypothesis, which means നമ്മൾ ഔട്ട്പുട്ട് കൊടുത്ത് നമ്മൾ എറർ ആൻഡ് മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയിട്ട് പറയുന്നതിനാണ് ഔട്ട്പുട്ട് ഹൈപ്പോതെസിസ് എന്ന് പറയാം. Then techniques in ELT. ELT കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഏതൊക്കെ ടെക്നിക്സ് ആ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ യൂട്ടിലൈസ് ചെയ്യുക? റോൾ പ്ലേ വരുത്തും, കുറച്ച് സിറ്റുവേഷൻസ് കൊടുക്കും, ആ സിറ്റുവേഷൻസിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറയും കുട്ടികളോട്, എന്നിട്ട് അവരോട് ആ ലാംഗ്വേജ് പഠിക്കാൻ പറയും. ദെൻ പെയർ വർക്ക്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കും. ഇറ്റ് മീൻസ് ഒരു കൊളാബറേറ്റീവ് സ്പേസിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്തിട്ട്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദേ ലേൺ ഈച്ച് അതർ. പ്രോപ്പർ ഇന്ററാക്ഷൻ യൂസ് ചെയ്തിട്ട്, ഒരു നെഗോഷിയേഷൻ യൂസ് ചെയ്തിട്ട് പഠിക്കും. ഡ്രില്ലിംഗ് മീൻസ് പ്രാക്ടീസ്, റിപ്പീറ്റഡ് ആക്ഷൻസ് വഴി, ഡ്രില്ലിംഗ് വഴി നമ്മൾ പഠിക്കുന്നതിനാണ് ഡ്രില്ലിംഗ്. ഈ ഒരു ടെക്നിക് ഒക്കെ നമുക്ക് ലാംഗ്വേജ് ടീച്ചിങ് പ്രോസസ്സിൽ വി ക്യാൻ യൂട്ടിലൈസ് ദീസ് ഇൻ ക്ലാസ് റൂംസ്. ഓക്കെ. And next comes information gap. It means learners communicate to complete missing information. അതായത് ഇപ്പോൾ fill in the blanks ഒക്കെ പോലെ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാപ്സ് ഫിൽ ചെയ്തിട്ട് പഠിക്കുന്നതുണ്ട്. ദെൻ ബ്രെയിൻ സ്റ്റോമിങ്, ഐഡിയ ജനറേഷൻ ടെക്നിക്. ബ്രെയിൻ സ്റ്റോമിങ് മീൻസ് നമ്മുടെ ഫസ്റ്റ് ബ്രെയിനിൽ എന്താണോ ഒക്കർ ചെയ്യുന്നത്, ഫസ്റ്റ് തോട്ട് ഒക്കർ ചെയ്ത് നമ്മൾ എഴുതി വെക്കും, എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ക്ലോസ് ടെസ്റ്റ്, ഈ പ്രൊഫിഷ്യൻസി, നമുക്ക് ലാംഗ്വേജിൽ എത്രത്തോളം പ്രൊഫിഷ്യൻസി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ കണ്ടക്ട് എ ലോട്ട് ഓഫ് അസസ്മെന്റ്സ്, എ ലോട്ട് ഓഫ് ഇവാലുവേഷൻസ് യൂസ് ചെയ്യും. ദെൻ ഡിക്റ്റേഷൻ ടെസ്റ്റ്, സ്പെല്ലിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്റ്റേഷൻസ് കണ്ടക്ട് ചെയ്യും. എറർ അനാലിസിസ്, നമ്മൾ എത്രത്തോളം തെറ്റ് വരുത്തി ആ തെറ്റൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ കാര്യം പഠിക്കുന്നതിനാണ് എറർ അനാലിസിസ് എന്ന് പറയാം. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒരു ഗൈഡായിട്ട് നിൽക്കും, പിന്നെ കംപ്ലീറ്റ്ലി അവർക്ക് ലേണേഴ്സിന് അതോറിറ്റി കൊടുക്കും. ലേണേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് അവരോട് തന്നെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു അതോറിറ്റി കൊടുക്കുന്നതിനാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയാം. ഓക്കെ. ഇനി ലാംഗ്വേജ് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ, ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട്? ഡയഗ്നോസ്റ്റിക് ഉണ്ട്. ഡയഗ്നോസ്റ്റിക് മീൻസ് ആ കുട്ടിക്ക് ഏതൊരു ഏരിയയിലാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ലിസണിങ് ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഏത് ഏരിയ ബേസിസിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് ടെസ്റ്റ് നടത്തുന്നതുണ്ട്. ഫോർമേറ്റീവ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റ് പേരുകൾ മാത്രം നിങ്ങൾ നോക്കി വെക്കുക. Scaffolding, should I define it? Okay. Okay, scaffolding, I'll explain once more. Miss Ayo. Okay. Okay, I'll explain it once more. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ടീച്ചർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും കുട്ടിക്ക്. ആ ഒരു ടീച്ചിങ് മെത്തേഡിൽ വിൽ ഗിവ് എവറി നോളജ് പോസിബിൾ, എവറി ഇൻഫർമേഷൻ പോസിബിൾ. എന്നിട്ട് കുട്ടിക്ക് ആക്ടിവിറ്റീസ് കൊടുത്ത് നമ്മളുടെ ആ ടീച്ചറിന്റെ റോള് മെല്ലെ വിത്ഡ്രോ ചെയ്യും. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ലേണേഴ്സിന് വിൽ ഗിവ് ദം ഫ്രീഡം ടു റിസർച്ച് ആൻഡ് ഡിസ്കവർ ആൻഡ് ഈ കുറെ നോളജ് ഒക്കെ കളക്ട് ചെയ്യാൻ അവർക്കൊരു പോസിബിലിറ്റി, അവർക്കൊരു ചാൻസ് കൊടുക്കും. ടീച്ചറും എല്ലാം അവിടുന്ന് ഇപ്പൊ നമ്മൾ സൈക്കിളൊക്കെ പഠിപ്പിക്കുമ്പം ഫസ്റ്റ് നമ്മളെ കൂടെ ഒരാളുണ്ടാവും ഗൈഡായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരാൻ. അപ്പൊ നമ്മളെ കൊണ്ടുപോകാൻ, നമ്മളെ ബാക്കിലിരുത്തി നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാൾ ഉണ്ടാവും സൈക്കിളൊക്കെ ഓടിച്ച് പഠിക്കുമ്പോൾ. പിന്നെ ആ സൈക്കിൾ ഓടിച്ച് ബാക്കിലിരുന്ന ആള് അല്ലെങ്കിൽ നമ്മളെ സൈക്കിൾ പിടിച്ചു കൊണ്ടുപോകുന്ന ആള്
നമ്മൾ കംപ്ലീറ്റ് അതോറിറ്റി കൊടുക്കുകയാണ്, നമ്മളോട് ഓടിച്ചോളാൻ വേണ്ടിയിട്ട് ആ ഹാൻഡിലിന് പിടിവിടുകയാണ്. അതേപോലെ തന്നെയാണ് സ്കാഫോൾഡിങ് ഹാപ്പൻ ചെയ്യുക. ഫസ്റ്റ് ടീച്ചർ എല്ലാ സപ്പോർട്ടും കൊടുക്കും, എല്ലാ ഗൈഡൻസും കൊടുക്കും, പിന്നെ സ്ലോലി ആ ഒരു ഗൈഡൻസ് വിത്ഡ്രോ ചെയ്യും. എന്നിട്ട് കംപ്ലീറ്റ്ലി അവർക്ക് പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റേക്ക് വരുത്തിയൊക്കെ വീണ്ടും മിസ്റ്റേക്കിന് വീണ്ടും കം ബാക്ക് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിൽ ഗിവ് ദി ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി ഇൻ ദ അതോറിറ്റി ഓഫ് ദ ലേണർ. ടീച്ചേഴ്സും എല്ലാം വിത്ഡ്രോ ചെയ്യും അവരുടെ ഒരു പവർ. ഓക്കെ, പക്ഷെ ഗൈഡായിട്ട് ദർ വിൽ ബി ഓൾവേസ് ദെം. സോ ഈ ഒരു ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ ടൈപ്സ് ഓഫ് ടെസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഡീപ്പർ ലെവലോട്ട് പോകണ്ട. ഈ ഒരു നെയിംസ് ഫെമിലിയർ ആക്കി വെക്കുക. ഡയഗ്നോസ്റ്റിക്, ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, പ്രൊഫിഷ്യൻസി ആൻഡ് അച്ചീവ്മെന്റ്. പ്ലീസ് ടു റിമെമ്പർ ദാറ്റ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടെസ്റ്റ്. ഒരു ഗുഡ് ടെസ്റ്റ് എങ്ങനെയാ നമ്മൾ ഏതൊരു യാർഡ് സ്റ്റിക്ക് മീൻസ് അളവുകോൽ, ഏതൊരു അളവുകോലിലാണ് നമ്മൾ ഇതൊരു ഗുഡ് ടെസ്റ്റ് ആണെന്ന് വാലുവേറ്റ് ചെയ്യാം? ബിക്കോസ് ഓഫ് ഇറ്റ്സ് വാലിഡിറ്റി. ഈ ടെസ്റ്റ് എത്രത്തോളം വാലിഡ് ആയിരിക്കും? ഇപ്പൊ IELTS-നൊക്കെ ഇത്ര വാലിഡിറ്റി ഉണ്ട്, ഇത്ര ഇയേഴ്സ്. അപ്പൊ ആ ടെസ്റ്റ് ബേസിസിൽ നമുക്ക് വല്ലയിടത്തും കയറാൻ പറ്റും. നമുക്ക് ജോബ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ കയറാനുള്ള ഒരു ചാൻസ് കിട്ടും. റിലയബിലിറ്റി, എത്രത്തോളം റിലയബിൾ ആണ് ആ ടെസ്റ്റ് എന്ന് നോക്കും. എത്രത്തോളം ക്രെഡിബിൾ ആണ്, എത്രത്തോളം പ്രോപ്പർ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്, പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. വാഷ് ബാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. വാഷ് ബാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലാംഗ്വേജ് കിട്ടിയെന്ന് അറിയുന്ന ഒരു ടെസ്റ്റ് ആണ് വാഷ് ബാക്ക് എഫക്റ്റ്. ഓക്കെ, ടെസ്റ്റിന്റെ ഒരു അനലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ ഒരു ടെസ്റ്റിനെ ഇവാലുവേറ്റ്, ആ ടെസ്റ്റ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, എഫിഷ്യന്റ് ആണ്, ലേണേഴ്സിനെ എത്രത്തോളം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു, അസസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു മെത്തേഡാണ് വാഷ് ബാക്ക് എഫക്റ്റ്. വാഷ് ബാക്ക് എഫക്റ്റ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാ, പക്ഷേ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. ഓക്കെ, നമുക്കൊരു 1.5-2 hours ഉള്ളിൽ ഈ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിൽ there are limitations. Consider this as a റിവിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർ വേർഡ്സ് ഒക്കെ നിങ്ങൾ പ്ലീസ് ഡു റിമെമ്പർ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഒരു സർഫസ് ലെവൽ ആയിട്ടാണ് മിക്കവാറും നെറ്റ് ക്വസ്റ്റ്യൻസ് കാണാറ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സർഫസ് ലെവൽ ലേണിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് നടത്തുക. ബട്ട് ഇഫ് യു നിങ്ങൾ ശരിക്കും JRF-ന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ എയിം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ ഹാവിംഗ് ടൈം ഇനഫ്, പ്ലീസ് ഡു ഹാവ് എ ചെക്ക് ഓൺ ഓൾ ദീസ് കോൺസെപ്റ്റ്സ്. ഓക്കെ, സോ മേജർ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഇത് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. TOEFL, IELTS, PT, TOEIC എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും, അവിടെ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ, അവരുടെ ഹയർ സ്റ്റഡീസിന് ഓപ്റ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഈ IELTS ജോബ് സീക്ക് ചെയ്ത് പോകുന്നവർക്കൊക്കെ ഇത് ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് ആർ ദ ഡെഫിനിറ്റ്, അതായത് abbreviated ഫോംസിന്റെ ഫുൾ ഫോംസ് ഐ ഹാവ് ഗിവൻ ഹിയർ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം വാട്ട് ഡസ് ദ TOEFL stands for? Test of English as a foreign language. So please do note these points. TOEFL full form എന്താ നോക്കുക. IELTS full form it is International English Language Testing System. PT Pearson's Test of English Academic ഉണ്ട്, Test of English for International Communication. So ഈ definitions അല്ല, ഈ abbreviations full forms നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മേ ബി നിങ്ങൾക്ക് ഒരു questions expect ചെയ്യാം. ആൻഡ് ഓൾസോ OET ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. ഡുവലിംഗോ നമ്മൾ ഡിജിറ്റൽ ബേസ്ഡ് അല്ലേ. പിന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന കുറെ ടെസ്റ്റ് ഉണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കറ്റ്സ് ഫോർ ദാറ്റ് അസസ്മെന്റ്സ്. FCE, CAE, CPE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. പ്ലീസ് ഡു നോട്ട് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ ജനറൽ വേയിലാണ് നമ്മൾ ELT-നെ നോക്കിയിട്ടുള്ളത്. ഇൻ ഹൗ ELT ഇൻ ഇന്ത്യ നമുക്ക് നോക്കാം. ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ വി ക്യാൻ കണ്ടക്ട്. സോ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ ഇന്ത്യ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് നോക്കാം. ഇംഗ്ലീഷ് എൻറ്റേർഡ് ഇന്ത്യ ത്രൂ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാര് നമ്മളെ കോളനീസ് ആക്കി വെച്ചിട്ടുള്ള ടൈമിൽ അവരിവിടെ കുറെ സ്കൂൾസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് അവർക്ക് ഇവിടെ ആൾക്കാർ വേണ്ടിയിരുന്നു, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലം ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ദേ ഇന്റൻഡഡ് ടു ഗിവ് എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ടു ദ പീപ്പിൾ ഇൻ ഇന്ത്യ. അതുകൊണ്ട് അവര് മിഷനറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫോം ചെയ്തു ടു ടീച്ച് ഇംഗ്ലീഷ്. ആൻഡ് അതുവഴിയാണ് ഇംഗ്ലീഷ് ഇന്ത്യയിലോട്ട് എത്തിയിട്ടുള്ളത് ആസ് എ ഫോം ഓഫ് എഡ്യൂക്കേഷൻ ലാംഗ്വേജ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് ലാംഗ്വേജ് യൂസ് ചെയ്തത് ആ ഒരു ടൈമിലാണ്. Macaulay's Minute, please note this. Macaulay's Minute ആണ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തത്. Macaulay's മിനിറ്റിലൂടെ അതൊരു
ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് മെക്കോളേസ് മിനിറ്റ്. ഒരു പാസ് ചെയ്തിട്ടുള്ള ഒരു റൂൾ പോലെ മെക്കോളേസ് മിനിറ്റിലാണ് ഈ ഒരു ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിന്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, നമുക്ക് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഫ്രീഡം കിട്ടിയതിന് ശേഷം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇംഗ്ലീഷ് റിമെയിൻഡ് ആസ് എ ടൂൾ. കാരണം നമുക്ക് ആ ടൈമിലായിരുന്നു ബാക്കിയുള്ള സ്റ്റേറ്റ്സിനൊക്കെ കണക്ഷൻ ത്രൂ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ത്രൂ ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് റിമെയിൻഡ് ഹിയർ. പിന്നെ കോത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞുള്ള ഒരു കമ്മീഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു ഇവാലുവേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് എവറിത്തിങ്. അപ്പൊ ഈ കോത്താരി കമ്മീഷൻ പാസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇംഗ്ലീഷ് വാസ് കൺസിഡർഡ് ആസ് എ ലിങ്ക് ലാംഗ്വേജ്. ബാക്കി ഉള്ള സ്റ്റേറ്റ്സിനായിക്കോട്ടെ ബാക്കിയുള്ള നേഷൻസിനൊക്കെ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വാസ് കൺസിഡർഡ് ആസ് എ ലിങ്ക് ലാംഗ്വേജ്. ദെൻ ടുഡേ ഇംഗ്ലീഷ് ഇസ് ടോട്ട് ഫ്രം പ്രൈമറി ടു ടെർഷ്യറി ലെവൽസ്. നമുക്ക് സ്കൂൾസിലൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് വി ക്യാൻ വിസിബിളി സീ ഇറ്റ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു ഡിഗ്രിയിലൊക്കെ കോമൺ കോഴ്സ് ആയിട്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലും വി ആർ പ്രൊവൈഡിങ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ലേണിംഗ് ഒരു ഡിസിപ്ലിൻ ആയിട്ട് വി ആർ ഗിവിംഗ് ഇറ്റ് ദെയർ. പിന്നെ ELT ഇൻ ഇന്ത്യ ബാലൻസസ് ലാംഗ്വേജ് ലേണിംഗ് മൾട്ടി ലിംഗ്വൽ ടെക് കോണ്ടെക്സ്റ്റിലും ആ ഒരു കൾച്ചറൽ സോഷ്യോ കൾച്ചറൽ ഇന്ററാക്ഷൻ ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജസ് important or relevant. Indian classrooms include diverse linguistics backgrounds and requiring inclusive pedagogy. Indian classrooms ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞു ഇന്ത്യ ഒരു കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ഓരോ ലാംഗ്വേജ് ആണ്. സോ എല്ലാ ലാംഗ്വേജും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ഇൻക്ലൂസീവ് പെഡഗജി, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം സിസ്റ്റം കൊണ്ടുവരാൻ ഇംഗ്ലീഷിനെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ബിക്കോസ് അതർ ലാംഗ്വേജസിനൊക്കെ കമ്പൈൽ ചെയ്ത് ഒരുമിച്ച് എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോളിസി ഡോക്യുമെന്റ്സ് NEP 2020 സപ്പോർട്ടഡ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് ആസ് ആൻ എസെൻഷ്യൽ സ്കിൽസ്. നമുക്കിനി ഒരു ക്വിക്ക് വൈൻഡിങ് അപ്പ് ഓഫ് ദിസ് സെഷൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ഏരിയാസ് ഒക്കെ ഈ ഒരു ക്ലാസ് നിങ്ങളൊരു റിവിഷൻ ആയിട്ട് കണക്കാക്കുക. ബിക്കോസ് ELT ഒക്കെ ഒരു 1.5 to 2 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പൊ നിങ്ങൾ ഇതൊരു റിവിഷൻ പ്രോസസ് ആയിട്ട് ഡു കൺസിഡർ ഇറ്റ് ആൻഡ് ഓൾസോ ഡു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ തിയറി പഠിച്ചാൽ അത് നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റേ ചെയ്യാൻ ഇറ്റ് വിൽ ഓൺലി സ്റ്റേ ഫോർ സം മിനിറ്റ്സ് അല്ലേ. നമുക്ക് അറ്റൻഷൻ അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആക്ഷൻസിലൂടെ ചെയ്താൽ മാത്രമേ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ യുവർ മെമ്മറി. സോ ബെറ്റർ you need to practice a lot of PYQs സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. PYQs സോൾവ് ചെയ്യുമ്പോഴേ നമുക്ക് നെറ്റ് ഏതൊക്കെ ഏരിയാസ് എന്നാ ചോദിക്കാന്നൊക്കെ മനസ്സിലാവുള്ളൂ. വിൽ ഗെറ്റ് an idea regarding what are the areas that UGC NET is focusing on. UGC NETന്റെ പെർസ്പെക്റ്റീവ് എന്താ ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ ഒരു ഏരിയയിൽ നമ്മൾ എല്ലാം പഠിക്കാന്ന് പറഞ്ഞാൽ that is impossible. Nobody can achieve that kind of thing. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, മാക്സിമം കോൺസെപ്റ്റ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ട് പഠിക്കാം. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ് ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു സ്റ്റാൻഡിങ് ഔട്ട് പൊസിഷൻ ഫ്രം അതേഴ്സ്. ബാക്കിയുള്ളവരെക്കാളും ഒരു മുൻനിരയിൽ എത്താൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു. PYQ അനാലിസിസ് വിൽ ഹെൽപ്പ് യു. സോ ലെറ്റ്സ് ഹാവ് എ ചെക്ക് ഓൺ സർട്ടൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് which is the oldest method of teaching English? Which is the oldest method of teaching English? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഏത് മെത്തേഡ് ആണ് വന്നത്, പിന്നെ എത്രത്തോളം മെത്തേഡ്സ് ചേഞ്ച് ആയി വന്നിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്? ഓക്കെ, ലെറ്റ് മീ ചെക്ക് യുവർ ആൻസേഴ്സ്. ഓപ്ഷൻ സി ആണോ? നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് കുറെ ചേഞ്ചസ് വന്നിട്ടുള്ളത്. വാട്ട് ഹാവ് വി സ്റ്റഡീഡ് സോ ഫാർ? ഡയറക്റ്റ് മെത്തേഡ് ആണ് ഓൾഡസ്റ്റ് മെത്തേഡ്. കാരണം ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും ഒക്കെ അറിയണ്ടേ ആ ലാംഗ്വേജ്. ഒട്ടും ആ ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാ അത് പഠിപ്പിച്ചു കൊടുക്കാം? ഡി ആണോ? ചെക്ക് ഇറ്റ് വൺസ് മീ. സിറ്റുവേഷൻ ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു ബേസിക് ഒരു ബിഗിനറിന്റെ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ആകെ ഫസ്റ്റ് ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ ഫസ്റ്റ് ലാംഗ്വേജ് വഴി മാത്രമേ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ, സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് പോസിബിൾ ആവുള്ളൂ. അപ്പൊ എന്തായിരിക്കും? ഇറ്റ് ഈസ് ട്രാൻസ്ലേഷൻ മെത്തേഡ് വേണ്ടേ? സോറി, ട്രാൻസ്ലേഷൻ മെത്തേഡ് അല്ല,
Which is the oldest method of teaching English? It is grammar translation method. Okay, grammar translation method ആണ് oldest. Here direct method ആണ്. Sorry for the mistake. Direct method ഉം grammar translation method ഉണ്ട്. പക്ഷെ grammar translation method ആണ് traditional method ആയിട്ട് consider ചെയ്യുന്നത്. Okay, so please do remember that direct method അല്ല, grammar translation method ആണ് oldest ആയിട്ട് കണക്കാക്കുന്നത്. Direct method, what is your concern? അതെ, old and traditional. Yeah. Clear ആയോ? Old and traditional എന്ന് പറഞ്ഞാല് what do you mean by that? Old and traditional. Traditional എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം മുതലേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ, പണ്ടേ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. സോ ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട. ഗ്രാമർ ട്രാൻസ്ലേഷൻ ഇത് നെറ്റിൽ PYQ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ് ഓൾഡസ്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് ജനറലി പക്ഷെ നമുക്ക് ഇംഗ്ലീഷിന് ഹിന്ദി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ആയിരിക്കും. പക്ഷെ ബെറ്റർ യൂസ് സ്റ്റേറ്റ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഓക്കെ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ്. സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഡയറക്റ്റ് മെത്തേഡും ഐ തിങ്ക് ഇത് BC കൺഫ്യൂഷൻ അറൈസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്തിട്ട് ഐ വിൽ ജസ്റ്റ് ഗിവ് യു another ആൻസർ. ഇതാ കണ്ടോ, GTM is the earliest classical method. Okay. Okay. സോ ഡയറക്റ്റ് മെത്തേഡ് അല്ല, GTM ആണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ് കേട്ടോ ഇത്. ഈ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ്. ഓക്കെ, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ്. GTM is the earliest classical method emphasizing grammar rules, translation and mother tongue. ഇപ്പൊ നമുക്കൊരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് മദർ ടങ് ഇല്ലാതെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ബിഗിനറിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു ബിഗിനറിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു നോക്കുമ്പോൾ വാട്ട് ഈസ് ഇറ്റ്? ബിഗിനറിന്റെ പെർസ്പെക്റ്റീവില് ആ ബിഗിനറിന് ഫസ്റ്റ് ലാംഗ്വേജ് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ലാംഗ്വേജ് വഴി വേണം നമ്മൾ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഒബ്വിയസ്ലി GTM ആണ്. സോ പ്ലീസ് ഡു കറക്റ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ. ഓപ്ഷൻ B ഇസ് ദ കറക്റ്റ് ആൻസർ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ് ദ ഓൾഡ് മെത്തേഡ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെത്തേഡ്. ഓക്കെ, ക്ലിയർ ദിസ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? Please do say it if it is okay. It is grammar translation method. Okay. Next one. The grammar translation method stresses on. The grammar translation method stresses on. Answer this question. The grammar translation method stresses on. Grammar translation method എന്ന് പറയുമ്പോൾ റൂൾസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അവിടെ കമ്മ്യൂണിക്കേഷന് സ്പേസ് ഉണ്ടോ? ഫ്ലുവൻസിക്ക് സ്പേസ് ഉണ്ടോ? ഏതാണ് കറക്റ്റ് ആൻസർ? Accuracy is the correct answer. Okay, option B is the correct answer. Fluency അല്ല, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഫ്ലുവൻസി അല്ല, ആക്യുറസി ആണ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് പ്ലീസ് ഡു റിമെമ്പർ ഓൾഡസ്റ്റ് മെത്തേഡ് ആണ്, ക്ലാസിക്കൽ മെത്തേഡ് ആണ്. ഈ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ മോസ്റ്റ് ക്ലാസിക്കൽ മെത്തേഡ് ആണ് GTM അല്ലെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ആൻഡ് ഓൾസോ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ആ സെന്റൻസ് സ്ട്രക്ചർ, വേർബ് എന്താ, നൗൺ എന്താ, കുറച്ചും കൂടി ഒരു ഡിഡക്റ്റീവ് പർപ്പസ് ആണ്. അതുകൊണ്ട് തന്നെ ആക്യുറസിക്കാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലുവൻസിക്ക് ഒന്നും ഇവിടെ കൂടുതൽ റോൾ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂവ് ചെയ്യാം. The grammar translation method does not include. The grammar translation method does not include. ഏതാ ഇൻക്ലൂഡ് ചെയ്യാത്ത? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? Yes, very good, very good. It is option C. Okay, inductive teaching. Deductive teaching ആണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് ടീച്ചിങ് അല്ല ഗ്രാമർ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുക, ഡിഡക്റ്റീവ് മെത്തേഡ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഇൻഡക്റ്റീവ് ടീച്ചിങ്. ഇവിടെ നിങ്ങൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നൊക്കെ പറയുമ്പോൾ നോട്ട് ആണ് കേട്ടോ. അതുകൊണ്ട് പ്ലീസ് ഡു ചെക്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. The direct method involves. Direct method involves.
എന്തൊക്കെയാ? യൂസ് ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ്, റെപ്പിറ്റേഷൻ ഓഫ് എക്സസൈസസ്, ലിംഗ്വിസ്റ്റിക് കറക്റ്റ്നെസ്, പ്രോബ്ലം സോൾവിംഗ് എക്സസൈസസ്. ഇതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് കറക്റ്റ് റിഗാർഡിംഗ് ഡിറക്റ്റ് മെത്തേഡ്? ഡിറക്റ്റ് മെത്തേഡ് റിഗാർഡിംഗ് ആയിട്ട് ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പ്ലീസ് ഡു ചെക്ക്. ഏതാ കറക്റ്റ് ആൻസർ? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഏതൊക്കെ പോയിന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് പറയേണ്ടത്. What are the points? Okay. Yeah. Let's check. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ യൂസ് ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ് ഉണ്ട്, റെപ്പറ്റീഷൻ ഓഫ് എക്സസൈസസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് കറക്റ്റ്നെസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും കറക്റ്റ് ആണ് ഇൻ കേസ് ഓഫ് ഡിറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഡിറക്റ്റ് മെത്തേഡ് യൂസസ് ടാർഗറ്റ് ലാംഗ്വേജ്, ഓറൽ പ്രാക്ടീസ് ആൻഡ് കറക്റ്റ്നെസ്, നോട്ട് പ്രോബ്ലം സോൾവിംഗ്. പ്രോബ്ലം സോൾവിംഗ് ഒരിക്കലും അല്ല. Which method was replaced by communicative language teaching? Communicative language teaching ഞാൻ പറഞ്ഞു ഒരു കാര്യത്തിന്റെ against ആയിട്ട് വന്നതാണ് communicative. Which method was replaced? Communicative language teaching വന്നപ്പോൾ ഈ ഒരു specific language teachingനെ അത് റീപ്ലേസ് ചെയ്തു. Communicative language teaching എപ്പോഴും ഒരാളെ നമുക്കൊരു സിറ്റുവേഷനിൽ കൊണ്ടിട്ട് പഠിപ്പിക്കാൻ പറ്റും. Think that way. What is the answer? Yes. It is option B. Okay. Situational language teaching in a response ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ് communicative language teaching. CLT replace situational language teaching with focus on controlled ആയിട്ടുള്ള ഡ്രിൽസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത്. Okay, sorry for that. The audio lingual method is based on audio-lingual method. Audio-lingual method നമ്മളുടെ behaviorism and also this is difficult. Behaviorist psychology, Bloomfieldian structural linguistics. ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ ഏത് റെസ്പോൺസ് ആണോ കൊടുക്കുന്നത്, നമ്മുടെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ്, ബിഹേവിയറിസ്റ്റ് സൈക്കോളജിക്ക് അനുസരിച്ചിട്ടാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് വർക്ക് ചെയ്യുക. ഓൾസോ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് വൊക്കാബുലറി ലിസ്റ്റ്, GSL is associated with, ഇത് കംപ്ലീറ്റ്, ഇത് നിങ്ങൾക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഫാക്ച്വൽ നോളജ്. മിക്കായൽ വെസ്റ്റ് ആണ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് വൊക്കാബുലറി GSL കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വൊക്കാബുലറി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൊക്കാബുലറിന്റെ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് മിക്കായൽ വെസ്റ്റ്. ഓക്കെ ഓക്കെ, ഡി കറക്റ്റ് ആൻസർ. ഓക്കെ, ഗുഡ് ഗുഡ്. ജനറൽ സർവീസ് ലിസ്റ്റ് ആണ് GSLന്റെ ഫുൾ ഫോം. 1953 കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. ഓക്കെ, okay. Ear training in ELT is achieved through ear training means ear training എന്ന് വെച്ചാൽ എന്താ? ലിസണിങ് സ്കില്ല് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഇയർ ട്രെയിനിങ്. സോ ഇയർ ട്രെയിനിങ് എന്താ? Ear training in ELT is achieved through, this is easy, okay. Ear training is achieved through ഇയർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ലിസണിങ് സ്കില്ലാണ്. ഡിക്റ്റേഷൻ വരില്ലേ? കമ്പോസിഷൻ പറയുമ്പോൾ റൈറ്റിംഗ് ആവും. ബി വരും. സി നമ്മൾ റിട്ടൺ ടെസ്റ്റ് ആണ്. റിട്ടൺ ടെസ്റ്റ് ആണ്. ഓക്കെ, ഈ ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ആണ്. ലിസണിങ് എക്സസൈസസ് നമുക്ക്
കൂട്ടാം, ഡിക്റ്റേഷൻ കൂട്ടാം. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇറ്റ് ഈസ് ബി ആൻഡ് ഡി. ഇതിൽ ഡിക്റ്റേഷനും ലിസണിങ് എക്സസൈസും ആണ് ഇയർ ട്രെയിനിങ് ഓർ ലിസണിങ് ട്രെയിനിങ്ങിന് യൂസ്ഫുൾ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, നേറ്റീവ് സ്പീക്കർ ഐഡിയലൈസേഷൻ ഇൻ ELT. നേറ്റീവ് സ്പീക്കർ ഐഡിയലൈസേഷൻ ഇൻ ELT is termed as, ഗസ് ചെയ്തോളൂ, കാരണം ദിസ് ഇസ് എ കോൺസെപ്റ്റ്. നേറ്റീവ് സ്പീക്കർ ഐഡിയലൈസേഷൻ ഇൻ ELT എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന ഒരു പ്രോപ്പർ കോൺസെപ്റ്റ് നെയിം ഉണ്ട്, ദാറ്റ് ഇസ് നേറ്റീവ് സ്പീക്കറിസം. എഡ്രിയൻ ഹോളിഡേ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നേറ്റീവ് സ്പീക്കറിസം. നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ് ഐഡിയൽ ലാംഗ്വേജ്. ഐഡിയൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത് ആ ഒരു കോൺസെപ്റ്റ് ആണ് നേറ്റീവ് സ്പീക്കറിസം. ഓക്കെ, സോ ദിസ് ഇസ് ലാസ്റ്റ് അല്ല, വൺ മോർ ക്വസ്റ്റ്യൻ. Which journal publishes ELT research? This one is also fact oriented, but do guess it. ഒരു ജേർണലിലാണ് നമ്മൾ ELTന്റെ റിസർച്ച്, അതായത് ഇപ്പോൾ നമുക്ക് ഓരോ ലിറ്ററേച്ചർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോ ജേർണൽസ് ഉണ്ട്. ഏത് ജേർണൽ ആക്സെപ്റ്റ് ചെയ്യാം? ഇറ്റ് ഈസ് L വരുന്ന ഏതെങ്കിലും കാണുന്നുണ്ടോ? ഇറ്റ് ഈസ് ടെസോൾ ക്വാർട്ടർലി. ടെസോൾ ക്വാർട്ടർലിയിലാണ് ELT റിസർച്ചസ് ഒക്കെ പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ELTയിൽ നിങ്ങൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ് ഇൻ ടെസോൾ ക്വാർട്ടർലി. ഇനി ക്രാഷൻസ്, നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലാംഗ്വേജ് എക്വിസിഷനിൽ നിങ്ങൾ ഫസ്റ്റ് റിമെമ്പർ ചെയ്യേണ്ട നെയിം ആണ് സ്റ്റീഫൻ ക്രാഷൻ. സ്റ്റീഫൻ ക്രാഷന്റെ മോണിറ്റർ മോഡൽ, അതിൽ 5 ഹൈപ്പോത്തസിസ് ഉണ്ട്. ആ 5 ഹൈപ്പോത്തസിസിൽ ഇൻക്ലൂഡ് ആവാത്തൊരു കാര്യമുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പോവർട്ടി ഓഫ് സ്റ്റിമുലസ് പറഞ്ഞിട്ടുണ്ടോ? നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് ഉണ്ടോ? എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് ഉണ്ടോ? വാട്ട് ഈസ് ദി ആൻസർ? Yes, correct one. Okay, correct answer. It is poverty of stimulus. Poverty of stimulus is ചോംസ്കിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്, ക്രാഷന്റെ കോൺസെപ്റ്റ് അല്ല. ചോംസ്കിന്റെ കോൺസെപ്റ്റ് ആണ് poverty of stimulus. ബാക്കി മൂന്നും ഈ 5 ഹൈപ്പോത്തസിസിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ദിസ് ഇസ് അബൌട്ട് അവർ സെഷൻ. നിങ്ങൾ ELT വെയിറ്റേജ് കുറവാണെന്ന് വിചാരിച്ച് യു ഷുഡന്റ് ഇഗ്നോർ ദിസ് ടോപ്പിക്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നതിൽ എസ്പെഷ്യലി വെൻ യു ആർ എയിമിംഗ് JRF and all, you shouldn't omit this topic out. And also, first the question was a mistake, sorry from my part, and it was ഡിറക്റ്റ് മെത്തേഡ് അല്ല, ഓൾഡ് മെത്തേഡ്. ഫസ്റ്റ് എക്സിസ്റ്റ് ചെയ്ത് പിന്നെയാണ് ഡിറക്റ്റ് മെത്തേഡ് വന്നത്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് GTM ആണ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. ഓക്കെ, അതാണ് ഓൾഡ് ക്ലാസിക്കൽ മെത്തേഡ് ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് L1 ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഹെൽപ്പോടെ ഒരു പുതിയ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുക. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. നെറ്റ് PYQസിൽ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് GTM അല്ലെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അറ്റ്ലീസ്റ്റ് പ്ലീസ് ഡു റിമെമ്പർ that. പിന്നെ ക്രാഷൻസിന്റെ മോണിറ്റർ മോഡൽ മനസ്സിലാക്കി വെക്കുക, ഇന്റർ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാ, ലാംഗ്വേജ് ലേണിംഗും ലാംഗ്വേജ് അക്വിസിഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ, ELTയിലെ മേജർ കീ ഐഡിയാസ് എന്തൊക്കെയാ, ELT എവല്യൂഷൻ ഇൻ ഇന്ത്യ, ഈ കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അവെയർ ആയിരിക്കുക. റെസ്റ്റ് നിങ്ങൾക്കൊരു കോമൺ സെൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു റിവിഷൻ പ്ലീസ് ഡു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾ ഈ റിവിഷനിൽ കിട്ടിയ പോയിന്റ്സ് നിങ്ങൾ കുറച്ചും കൂടി വർക്ക് ചെയ്ത് നോക്കി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഡു യുവർ പാർട്ട് ബൈ എൻഗേജിങ് ഇൻ എ ലോട്ട് ഓഫ് അതർ ആക്ടിവിറ്റീസ് ത്രൂ ദീസ് പോയിന്റ്സ്. ഈ പോയിന്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾ യൂട്യൂബ് വീഡിയോസ്, റെസ്റ്റ് നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നെറ്റ് പ്രിപ്പറേഷൻ വിഗറസ് ആയിരിക്കും. ELT ആയിക്കോട്ടെ, റിസർച്ച് മെത്തഡോളജി നമ്മൾ ക്ലാസ് ഇന്നലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിംഗ്വിസ്റ്റിക്സിന്റെ ക്ലാസ്, ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ക്ലാസ് ഒക്കെ അപ്കമിങ് ആയിട്ടുണ്ട്. സോ മേക്ക് എ പ്രിപ്പറേഷൻസ് വിഗറസ്. നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുള്ള നോളജിൽ നിന്ന് വിൽ ബി കണ്ടക്ടിങ് more accurate study. So please do follow our classes. So that's it. Thank you for attending the session. Okay, thank you all.